കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകലിൽ മഹത്വപ്പെടുമാറട്ടെ. കൺവെൻഷന്റെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. കൺവെൻഷന്റെ വിളിച്ചോണ്ട് പോവാ. അതാ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. എല്ലാ ലോകത്തിന്റെ സകല രാജ്യങ്ങളിലും എല്ലാ കോണുകളിലും കർത്താവിന്റെ വചനം അറിയിക്കുമ്പം കർത്താവ് വരും. അതാണ് നമ്മുടെ ലക്ഷ്യം. അറിയിക്കുക, കർത്താവ് പെട്ടെന്ന് വരിക. ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ. അതൊന്നും ഇല്ലാത്ത രാജ്യത്തിൽ ചേരാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യം വേഗത്തിലാകട്ടെ. ഞാൻ മറ്റൊന്നും പറഞ്ഞ് എന്റെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്ന ആലോചന അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ ോടനുബന്ധിച്ച് നടത്തുന്ന ഈ ലേഡീസ് മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാനും വചനം ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചത്. ഇത്ര പെട്ടെന്നൊരു വചന ശുശ്രൂഷ കൂടെ എനിക്ക് കിട്ടിയത് ദൈവത്തിന്റെ ഒരു വലിയ കരുണയായിട്ട് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ യോഗങ്ങളൊക്കെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ മാതാവ് ഫെബ വർഗീസിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ പരിചയപ്പെട്ടെങ്കിലും വലിയൊരു ആഴമേറിയ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. എന്തോ അറിയത്തില്ല, അത് എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ചില മാതാക്കളൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു പ്രിയപ്പെട്ടവളാണ് ഫേബ ആന്റി എന്ന് ഓർക്കുന്നു. അതുപോലെ വേറൊരു മാതാവും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു മാതാവിനകത്തുണ്ട്. ഷൈനി സിസ്റ്ററിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് നേരിട്ട് കാണാനും അതിന് മുമ്പ് ഒരു പ്രാവശ്യം കാണാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ അടുത്താണ് താമസം എന്ന് ഈയിടെ മനസ്സിലാക്കാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. കർത്താവിൻ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തട്ടെ. പാട്ടുപാടിയ പ്രിയമകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ കേട്ട വിഷയത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഈ വചന ശുശ്രൂഷ ഏറ്റ സമയത്ത് ഞാൻ വളരെ ശാരീരിക ബലഹീനതയിൽ ആണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇന്ന് ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണോന്ന് വിചാരിച്ചപ്പം ഫേബാൻറ്റി അത് മൊത്തം പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഓർക്കണം കേട്ടോ, ദൈവം സഹായിക്കും. അന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുമ്പം ഇസബേലിനെ കുറിച്ച് മറ്റൊരു ദൂത് കർത്താവ് എനിക്ക് തന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ദൈവമേ എന്റെ പ്രസംഗം കംപ്ലീറ്റ് ആയില്ലയോ? അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ പറഞ്ഞു ആ പ്രസംഗം കൂടെ നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ ഇന്ന് പ്രസന്റ് ചെയ്യുമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം മാനസികമായിട്ടൊക്കെ ഞങ്ങൾ ഇച്ചിരി പ്രയാസത്തിലാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് അതിന്റെ മധ്യത്തിൽ വ്യാപരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ മറ്റു ചില ഇവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം ദൈവത്തിന്റെ കൃപയാൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. അപ്പൊ ഞാൻ ഈ വചനം എടുക്കാൻ പോകുമ്പോഴൊക്കെ ദൈവാത്മാവ് പറയും, ഫേബ ആന്റിയുടെ മീറ്റിംഗിലാണ് ഇത് പ്രസംഗിക്കേണ്ടത്, അത് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആന്റിയോട് ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് കർത്താവിന്റെ ഹിതപ്രകാരമായിരിക്കാം ദൈവം ആവശ്യത്തിന് ഒരു ക്രമീകരണം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്ന പോലെ പ്രസവവേദനപ്പെടുന്നെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഈ വചനം പറഞ്ഞു തീർക്കുന്നവരെ അങ്ങനെ ഒരു അനുഭവത്തിലാണ്. കർത്താവ് തന്ന ആലോചന അറിയിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വചന പാണ്ഡിത്യമോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും തന്നെ ഇല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ഒരു കൃപയാൽ മാത്രമാണ്. പരിശുദ്ധാത്മാവ് തന്ന ആലോചന മാത്രമാണ് വചനത്തിൽ കൂടെ പറയുന്നത്. അല്ലാതെ ഒരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി തപ്പിയെടുക്കാനോ ഒന്നും ഞാൻ തുനിയാറില്ല. കർത്താവിന്റെ കൃപയാ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. MDiv പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടൊക്കെ പഠിച്ചു. MA വരെ സെക്യുലർ കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ MDiv ചേരാൻ വേണ്ടി കറസ്പോണ്ടൻസ് ആയിട്ട് ഫോം എല്ലാം വരുത്തി കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, നിന്റെ കൃപയെല്ലാം പോകും, നീ ഇങ്ങനെ പഠിച്ചു പോയാൽ. അതുകൊണ്ട് ദൈവം തരുന്ന ആ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന്. അതുകൊണ്ട് ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് അതെല്ലാം മാറ്റി വെച്ചു. ഓക്കെ, MDiv ഒക്കെ പഠിച്ച് പിന്നെ വേറെ വല്ലതൊക്കെ പഠിച്ച് പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞിട്ട് ഞാൻ ബൈസ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ പോയി. ആ ഒരു ലെവലിലൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വചനം പരിശുദ്ധാത്മാവ് തരുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ദൈവത്തിന്റെ കൃപാവിഷയത്തിൽ വ്യാപരിക്കും. ദൈവം സകലതും അറിയുന്നു കേട്ടോ. എനിക്ക് അറിവോ ജ്ഞാനമോ വചനപാണ്ഡിത്യമോ ഒന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞ് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് എവിടെ നിന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ ദൈവം പ്രാർത്ഥനാ മുറിയിൽ തന്ന വചനങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ യോഗത്തിന് വേണ്ടി എന്നെ വിളിച്ചാൽ ഞാൻ ഫേബ ആന്റിക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം നമ്മുടെ ശുശ്രൂഷകളെയൊക്കെ ധാരാളമായി നമ്മൾ ചെയ്യുന്നതൊന്നും വൃഥാവല്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒന്നും വൃഥാവല്ല. നമ്മുടെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളെ ദൈവം അറിയും. നമ്മൾ ഇടിഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പണി നടക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധി സമർപ്പണമുള്ളവരായിരിക്കണം. ഞാൻ എങ്ങനെ വചനം തുടങ്ങാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പോവാ കേട്ടോ.
എന്നാലും ഞാൻ കർത്താവ് തന്ന ആ വചനത്തെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇസബേല് പറയുക ആഹാബിനോട്, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ആ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടം ആക്കാനുള്ള എല്ലാ പ്രയാസങ്ങളും ചെയ്തു. ഈ ഒരു വാക്യമാണ് കർത്താവ് എനിക്ക് തന്നത്. ഇവിടെ വായിക്കുന്നത്, ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഇതാണ് ദൈവം തന്ന വചനം. അപ്പം ഇസബേലിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ മുന്തിരിയാകുന്ന ആ അനുഭവത്തെ ചീരത്തോട്ടമാക്കി വലിച്ചു കുഴച്ച് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയാണ് അന്ന് പൊളിഞ്ഞത്. അന്ന് പൊളിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വചനം പ്രസംഗിക്കാതിരിക്കാൻ ശത്രുവായൻ പല തന്ത്രങ്ങളും നോക്കി. കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചു, കർത്താവ് ഈ വചനം എടുത്തുകൊണ്ടാണ് ഇത്രയും പോരാട്ടവും പ്രതികൂലങ്ങളൊക്കെ വന്നത്. ഇന്ന് ഇസബേലിന്റെ തന്ത്രങ്ങളൊക്കെ ഒന്ന് തകരാൻ പോവുക കേട്ടോ. നമ്മുടെ ജീവന് ഹാനിയായിട്ടിരിക്കുന്ന അന്ധകാര വ്യാപാര ശക്തികളൊക്കെ അഴിഞ്ഞു മാറാൻ പോവുക. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ വഴിയിൽ വെച്ച് നശിപ്പിച്ചു കളയുവാൻ ശത്രുവായവൻ സകലവിധ തന്ത്രങ്ങളും കൊണ്ട് പോരാടുമ്പോൾ, ആവശ്യമില്ലാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ തിരികെ കയറ്റി നമ്മളെ മരണത്തിലേക്ക് നയിക്കാൻ, ഒരു അകാല മരണത്തിലേക്ക് നയിക്കാൻ, കർത്താവ് നമുക്കൊരു ആയുസ് തന്നിട്ടുണ്ട്. ആയുസിന് അപ്പുറം നമുക്ക് പോകണ്ട. കാരണം ആയുസിന് അപ്പുറമൊക്കെ ചോദിച്ച് മേടിച്ചാൽ വലിയ കഷ്ടപ്പാടായിരിക്കും. കർത്താവ് ഒരു ആയുസ് കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത്രയും പോയാൽ മതി. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ നമ്മളെ ഈ ദേശത്തുനിന്ന്, ലോകത്തിൽ നിന്ന് മാറ്റിക്കളയാനും ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ തികയ്ക്കുവാൻ കഴിയാതെ, എന്തോ പറയും, ഹിന്ദിയിൽ ഇങ്ങനെ പറയും, ഒരു അധൂര എന്ന് വെച്ചാല് ഒരു തികയാത്തൊരു പ്രവൃത്തി, അതായത് പൂർണ്ണതയില്ലാത്തൊരു ദൈവപ്രവൃത്തി നമ്മിൽ ഉണ്ടാക്കിയിട്ട് നമ്മെ ദേശത്ത് നിന്നാവിഷയമാക്കാനും വ്യാപരിക്കുന്ന ഇസബേലിന്റെ പോരുകൾ, അത് ഇന്ന് പകലിൽ തകർന്നു മാറണം. പ്രത്യേകിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസിമാർ, വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസിമാർ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, പാടുന്ന പ്രിയപ്പെട്ടവർ, ഇവരെയൊക്കെ അവരുടെ ആയുസ് തികയുന്നതിന് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ഒത്തിരി കാര്യങ്ങൾ 2024 ഉണ്ടായി. നിങ്ങൾക്കത് അറിയാമായിരിക്കും. ഒരുപക്ഷെ എല്ലാരും പറയുന്ന അവരുടെ ആ ഓട്ടം തികച്ചു, അവർക്ക് വിശ്വാസം കാത്തു എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഏതോ ചില മണ്ഡലങ്ങളിലൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ വ്യാപരിച്ച് അവരുടെ ജീവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് ദൈവമക്കളായ നാം കാണാതെ പോയതുകൊണ്ട് അതിന്റെ മേൽ ജയം പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം തന്നെങ്കിൽ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പേ ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവനെ എടുത്തു കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അധൂരാക്കാം, അല്ലെങ്കിൽ ഒരു തികയാത്ത ഒരു അനുഭവത്തിലേക്ക്, ഒരു പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ഇസബേലിന്റെ വ്യാപാരങ്ങൾ ഇന്നു പകല് റീഖാനവ ശന്തൽ പ്രൗഢമാനഘടകസ്യ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെട്ടിമാറ്റപ്പെടാൻ ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാൻ. ഇസബേല് ആരോടാ പറഞ്ഞത്? ഒരു ദൂതനെ അയച്ചിട്ട് ഏലിയാവിനോടാ പറഞ്ഞത്. ഇസബേലിന്റെ പരിപാടി ദൂതനെ അയക്കുക, കത്തെഴുതുക, അതല്ലെങ്കിൽ പറഞ്ഞു വിടുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ഇസബേലിന്റെ പരിപാടി. കുറെയൊക്കെ ഞാൻ ഇന്നാൾ പറഞ്ഞു, പക്ഷെ ബാക്കി ഞാൻ ഇന്ന് പറയാം. ആദ്യം നമുക്ക് ഏലിയാവിന്റെ കാര്യത്തിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ഇസബേൽ മതി. കാരണം ഏലിയാവ് ആരെന്ന് അറിയണം. ഏലിയാവ് ആരെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഏലിയാവിന്റെ അഡ്രസ് എന്താണെന്നറിയാമോ? തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്. വല്ലതും മനസ്സിലായോ? തിശ്ബിയൻ എന്ന് മാത്രമേ അവന് പറയാനുള്ളൂ. അവന്റെ അപ്പന്റെ പേര്, അവരുടെ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര്, കുടുംബ പശ്ചാത്തലം ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാനുമില്ലായിരിക്കാം. പക്ഷേ അവന്റെ മേൽ ഒരു അധികാരം വ്യാപരിച്ചിരുന്നു. അവന്റെ അഡ്രസ് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ കേട്ടോ. എനിക്കൊരു അഡ്രസ് ഒന്നും പറയാനില്ലേ. ഞാൻ ഒരു പത്തനംതിട്ട സെക്ഷനിൽ കൊക്കാത്തോട് ഏജി സഭയിൽ ആദിവാസികളുടെ ഇടയിലൊക്കെ കർത്താവിന്റെ വചനം അറിയിക്കുന്ന ഒരു പാവം, ഒരു കർത്താവിന്റെ ദാസനും കർത്താവിന്റെ ദാസിയും, അംഗീകരിച്ചാൽ കൊള്ളാം, അംഗീകരിച്ചില്ലെങ്കിൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവത്തിൽ പോകുന്ന ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് വല്ല അഡ്രസ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഞങ്ങളുടെ വായിൽ നിന്ന് ചില അധികാരങ്ങളൊക്കെ വരുമ്പം, ചില അത്ഭുത പ്രവർത്തികളൊക്കെ നടക്കുമ്പം പറയൂ, ഈ സാധാരണക്കാരൻ, അതാ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുടെ മുമ്പിൽ നമുക്കൊന്നും പുകഴാനില്ല. ഇവിടെ ഏലിയാവ് പറയുന്ന തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയ, അവന്റെ അഡ്രസ് അത്രേ ഉള്ളൂ. പക്ഷെ അവന്റെ വായിൽ കൂടെ ഒരു അധികാരം വന്നു. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഞാൻ പണ്ടൊക്കെ ഞാനിങ്ങനെ വചനം എപ്പോഴും വായിക്കുമ്പോഴും, കൊച്ചു കൊച്ചു പ്രസംഗങ്ങളൊക്കെ 12 വയസ്സ് മുതൽ പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെ. അതുകൊണ്ടാ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം അങ്ങനെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്തോ വിചാരിക്കുംന്നറിയാമോ? ഒരു കാലത്ത് ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് അധികാരത്തോടെ യഹോവയുടെ പേരിൽ ആണയിട്ടങ്ങ് പറഞ്ഞതാന്ന്. അല്ല, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെ ചുമ്മാതൊന്നും എന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അവൻ പറഞ്ഞത്. യാക്കോബ് എന്ന് പറഞ്ഞ ആ അപ്പോസ്തലനുണ്ടല്ലോ, അദ്ദേഹവും എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹവും ചിന്തിച്ചു, ഇവൻ ചുമ്മാതെ ആണയിട്ട് അങ്ങ് പറയുക, പിന്നെ ദൈവത്തിന്റെ പേരിൽ ഒരു ആണയിട്ടത് കൊണ്ട് ദൈവത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും ദൈവം ആ കാര്യം ചെയ്തു കൊടുത്തെന്ന് ഞാൻ ചിന്തിച്ച പോലെ യാക്കോബും ചിന്തിച്ച
പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കും, ഞാൻ നിനക്കൊരു മർമ്മം വെളിപ്പെടുത്തി തരാം. യാക്കോബിന്റെ പുസ്തകം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, യാക്കോബിന്റെ ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിൽ അതിന്റെ 17-ഉം 18-ഉം വാക്യത്തിൽ ദൈവം യാക്കോബിനോട് സംസാരിച്ച് പറഞ്ഞൊരു വചനമുണ്ട്. എന്താണെന്നറിയാവോ? ദൈവം സംസാരിച്ചെന്ന് അതല്ലേ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. നമ്മളാണേട്ട് പലതൊക്കെ പറയും, ദൈവത്തിനാണ്, അമ്മയാണ്, അച്ഛനാണ്, അപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളൊക്കെ ആണേട്ട് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറയും. പക്ഷെ ഏലിയാവ് അങ്ങനെയല്ല പറഞ്ഞതെന്ന്. ഏലിയാവ് നമ്മുടെ പോലെ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം ആരെന്നൊന്ന് കാണിക്കാനുള്ള ഒരു ദാഹം അവന്റെ ജീവിതത്തിലുണ്ടായി. അവന്റെ അഡ്രസ് ഒന്നും കൂടുതൽ പറയാനില്ലെങ്കിലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടായി. ഈ ജനത്തിന്റെ നടുവിൽ ആഹാബ് ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ ഇസബേലിനെ വിവാഹം കഴിച്ചത് മുഖാന്തരം ബാലിനെ ചെന്ന് സേവിച്ചു. ഇസ്രായേൽ മക്കളെ മുഴുവൻ വഷളത്വം പ്രവർത്തിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ മനം തൊന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ മനം തൊന്നിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു, ഇവന്റെയൊക്കെ മുമ്പിൽ എന്റെ ദൈവം ആരെന്ന് ഒന്ന് തെളിയിച്ചു കൊടുക്കണം, അതിന് ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ പറ. അങ്ങനെ പറഞ്ഞിട്ടാ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. വെറുതെ അല്ല കേട്ടോ, പ്രവചിക്കുന്നവരൊക്കെ വെറുതെ, ചിലരൊക്കെ അങ്ങ് അതും ഇതും ഒക്കെ പ്രവചിക്കും. അതുകൊണ്ട് എനിക്കിപ്പം പ്രവചനം പറയാനും കേൾക്കാനും ഒക്കെ അങ്ങ് പേടിയായിരിക്കുക. പറഞ്ഞ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഇതുവരെയും ഒരു അനക്കം ഇല്ലാതിരിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മുടെ സമർപ്പണ കുറവെന്നാ എല്ലാവരും പറയുന്നത്. പക്ഷേ അതും ഇതും ഒക്കെ വായി തോന്നുന്നൊക്കെ പ്രവചിക്കുന്നതിനേക്കാൾ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ദൈവസന്നിധിയിൽ ദൈവം പറയുന്നത് അതുപോലെ ഒന്ന് പ്രവചിച്ചാൽ അത് വ്യക്തമായി നടക്കാനിടയായിത്തീരും. അത് വ്യക്തമായി നടക്കും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒക്കെ പലതൊക്കെ കേട്ടിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആരുടെയും പ്രവചനം കേട്ടതിനേക്കാൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളില്ലേ, വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളില്ലേ, അതെല്ലാം അങ്ങനെ ഇടയായിത്തീരും. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത്. പ്രവചനമുള്ളവരൊക്കെ ഏറ്റെടുത്ത് പ്രവചിക്കണം കേട്ടോ. എന്നോട് എന്തെങ്കിലും ദൈവത്തിന്റെ ആലോചന പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം. ഞാൻ അതൊന്നും പിന്നെ എന്താ പറയുന്നേ, അങ്ങനെ വൃഥാവാക്കി കളയുന്ന ഒരാളല്ല. ഈ സമയത്ത് എനിക്കൊരു ദൈവാലോചന ആവശ്യവുമാണ്. കർത്താവദാസി ഫേബാന്റിയോടൊക്കെ ഞാൻ ആവശ്യപ്പെടുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും സംസാരിക്കുകയാണ് എന്നോട് പറയുക. ഷൈനി സിസ്റ്ററിനോടൊക്കെ ഞാൻ പറയുക. ഓക്കെ. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച ഒരു ആലോചനയുടെ മധ്യത്തിലാണ് അവനൊരു പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ പ്രഖ്യാപനം നടത്തിയപ്പം ദൈവം അവന് സപ്പോർട്ട് ചെയ്തു. അല്ലാതെ അതും ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ കർത്താവ് ഇതൊന്നും കേട്ടില്ല, ഞാൻ പറഞ്ഞു ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു വചനം പ്രസംഗിക്കുമ്പം അതിന്റെ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങളങ്ങ് ഏറ്റെടുത്തോ എന്ന് പറഞ്ഞ് വാരിത്തട്ടിയിട്ട് പോകുന്നതിനേക്കാൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇസബേലിന്റെ തന്ത്രങ്ങൾ ഫലിക്കാതിരിക്കാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ചാലേ പറ്റൂ കേട്ടോ. നിങ്ങളുടെ മേൽ ഈ വചനം തട്ടിയിട്ട് പോവുകയല്ല. നിങ്ങളുടെ മേൽ ഈ തന്ത്രം ഫലിക്കാതിരിക്കാനും എന്റെ മേൽ ഈ തന്ത്രം ഫലിക്കാതിരിക്കാനും ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കിയത്. അങ്ങനെ മഴ പെയ്യാതെ വരുമ്പം ദേശത്തൊരു ക്ഷാമം ഉണ്ടാകും. ആദ്യം പറഞ്ഞ പ്രവാചകനെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കർത്തവ്യമാണ്. കർത്താവ് പറഞ്ഞു, നീ കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കണം. നമ്മളാണെങ്കിൽ പറഞ്ഞേ തോട്ടിലെ വെള്ളം കുടിക്കാനും കൊള്ളത്തില്ല, ഒരു 100 എണ്ണമെങ്കിലും ഒക്കെ കുളിച്ച് ഡെയിലി ഇങ്ങോട്ട് വിടുന്ന വെള്ളം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അവിടെ പോയി ഒളിച്ചിരുന്ന് അവിടുന്ന് കൊടുത്ത വെള്ളം എല്ലാം കുടിച്ചു. എന്നിട്ട് പറയുന്ന കാക്ക രാവിലെ, അപ്പൊ എന്ത് ഡീസന്റ് ജീവിതം ഒരു പ്രവാചകന്റെ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അനുഭവം കർത്താവ് രാവിലെ ആരെങ്കിലും അപ്പോ ഇറച്ചിയോ എന്തേലും ഒക്കെ, ഇറച്ചിയൊന്നും വേണ്ടെന്നേ, എന്തേലും കൊണ്ട് തന്ന് വൈകിട്ടും കൊണ്ട് തന്നുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു. ഏലിയാവിന്റെ ഭാഗ്യം നോക്കിയാണ്. അവൻ അഡ്രസ് ഒന്നുമില്ല, അവൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു. ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ മുറുകെ പിടിച്ചപ്പോ അവന്റെ ഒരു കാര്യത്തിന് മുടക്കം വന്നില്ല. കാക്ക കൊണ്ട് കൊടുക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. വചനത്തിൽ പറയുന്നത് വേറെ ആരോ പ്രസംഗിച്ച് പറഞ്ഞു, ഇത് കാക്കയല്ല, ഏതാണ്ട് വലിയൊരു ജീവി, എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിരിക്കുന്ന സാധനം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പാസ്റ്റർമാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പലപ്പോഴും തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. മീനൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വെച്ചാണ് വെട്ടുന്നെങ്കിൽ എടുത്തോണ്ട് പോയിട്ടില്ലേ. സഹോദരിമാരായുണ്ടാ കേട്ടോ ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാക്ക രാവിലെയും വൈകിട്ടും ഒരു പ്രവാചകന് ആഹാരം കൊണ്ട് കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാ കേട്ടോ. നമ്മൾ ചിന്തിക്കും നമ്മൾക്ക് തരത്തില്ല എന്ന് ചിന്തിക്കും. ആരാണ്ട് പറഞ്ഞല്ലേ, കഞ്ചൂസ് എന്നൊക്കെ പറഞ്ഞ ഹിന്ദിയിലാ എന്തോ പറയുന്നത് അതിന്, പിശുക്കരായിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ചിലപ്പം വല്ലതൊക്കെ കൊണ്ട് തരുമ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ, ഇവൻ ഒരു മനുഷ്യനും കളഞ്ഞാൽ പോലും കൊടുക്കാത്ത ഈ മനുഷ്യൻ ഞങ്ങൾക്ക് എങ്ങനെ സ്തോത്രക്കാഴ്ച തന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഞങ്ങളുടെ പപ്പ ആന്റി പറഞ്ഞ പോലെ വയ്യാതായി. അപ്പം പപ്പയ്ക്ക് ഒരു കടയുണ്ടായിരുന്നു, ഉപജീവന മാർഗമായിട്ട് ആ കട നിർത്തി വീട്ടിൽ ഇരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ, ഈ മാസം ഞങ്ങളുടെ ജീവിതം എന്തായി തീരുമെന്ന് ചിന്തിച്ചു.
പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ അച്ചായന്റെ കയ്യിൽ ഒരാൾ പൈസ കൊണ്ട് കൊടുത്തപ്പം ഞങ്ങൾ ചിന്തിച്ചപ്പോ ഒരിക്കലും തരാൻ സാധ്യതയില്ലാത്തൊരു കാക്ക തട്ടിപ്പറിക്കാൻ നിൽക്കുന്ന ഒരാള് ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി സാമ്പത്തിക നന്മയോടെ നിങ്ങൾ എങ്ങനെയാ കഴിയുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് തന്നു. അത് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടോ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ല. അപ്പൊ ഞാനിത് വിചാരിച്ചു കാക്ക കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ സത്യവാ. ഒരിക്കലും തരത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് പോലും കൊടുപ്പിക്കാൻ വേണ്ട ദൈവത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ചു. കാക്കയോട് ദൈവം കൽപ്പിച്ചെന്നാ പറഞ്ഞ ദൈവം കൽപ്പിച്ച കാക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാക്ക രാവിലെയും വൈകിട്ടും കൊണ്ട് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നമുക്ക് ഈ കഥ അറിയാം കേട്ടോ. തോടെല്ലാം വറ്റിപ്പോയപ്പം ഏലിയാവ് ഒന്നും ഭാരപ്പെട്ടതായിട്ടോ പറഞ്ഞതായിട്ടൊന്നും തോട് വറ്റിപ്പോയ ആ നിമിഷം കാക്കയുടെ വരവ് നിന്നപ്പം കർത്താവ് ആരോടാ കൽപ്പിച്ചത്? വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. വിധവയോട് ഒരു കൽപ്പന കൊടുത്തു. പക്ഷെ അവിടെ വിറവ് ഇറക്കാൻ പോയി അപ്പവും വെള്ളവും ഒക്കെ ചോദിച്ചപ്പം വിധവ എന്താ പറഞ്ഞ? എന്റെ പക്കൽ ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ, അത് ഞാനും മോനും കൂടെ തിന്നുകൊണ്ട് മരിക്കാനിരിക്കുന്നതല്ലാതെ നിനക്ക് തരാൻ വേണ്ടി ഒരപ്പവും എന്റെ പക്കലില്ല. പക്ഷെ അവിടെ വായിക്കുന്നത് വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്നാ. ഏലിയാവ് അവിശ്വസിച്ചോ? ഇല്ല. വിധവയോട് കൽപ്പിച്ചിട്ട് ഞാൻ വിചാരിച്ചു വിധവയോട് കൽപ്പിച്ചിട്ടും വിധവ എന്തിനാ ഇത് പറഞ്ഞത്? വിധവയോട് ദൈവം പക്ഷെ ആ കൽപ്പന അവളുടെ ഉള്ളിലേക്ക് വന്നില്ലായിരുന്നു കേട്ടോ. ഏലിയാവ് അവിടെ ചെന്ന് സാരഫാത്തിലെ വിധവയുടെ അടുക്കൽ ചെന്നപ്പം അവിടെ എഴുതിക്കുന്നു, ഞാൻ നിന്നെ പുലർത്തേണ്ടതിന്. പുലർത്തുക എന്നുള്ള വാക്യം നമ്മൾ കല്യാണം ജെറ്റിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കല്യാണത്തിനൊക്കെ പറയുന്ന ഒരു വാക്കാ കേട്ടോ. സുഖത്തിലും ദുഃഖത്തിലും ഞാൻ നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് അങ്ങനെയൊക്കെ പറയത്തില്ലേ? അതാണ് പുലർത്തുക. കാരണം എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതാണ് പുലർത്തുക എന്നതിന്റെ അർത്ഥം. ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോറ്റി പുലർത്തുക. വിധവയോടും ഏലിയാവിനെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത്, നിന്റെ പക്കൽ ഒരു അഭിഷിക്തൻ വരുന്നുണ്ട്, അവന്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കി. നിനക്കുണ്ടോ ഇല്ലയോ അതെന്റെ വിഷയമല്ല, പക്ഷെ ഞാൻ കൽപ്പിച്ചത് അതുപോലെ ചെയ്യണം. ഇതാ ഒരു ഭക്തനെ കുറിച്ച് ഒരു ഭക്തയെ കുറിച്ച് ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. അവരെ പുലർത്തേണ്ടതിന് ഒരു വിധവയോട് ദൈവം കൽപ്പിച്ചു. അവിടെ ചെന്ന് അവൻ വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പം അങ്ങോട്ട് തിരിഞ്ഞപ്പോ അവൻ നാണമില്ലാതെ ചോദിച്ചു, എന്താ ഒരു അപ്പവും കൂടെ തരണേ. നമ്മൾ ഇതൊക്കെ പ്രസംഗം കേട്ടിട്ടുള്ള കേട്ടോ. ഇത് ഞാൻ എന്റെ ശൈലിയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. നാണമില്ലാതെ ചോദിച്ചു, ഒരു അപ്പവും കൂടെ തരണേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ ആ മറുപടി ഭയങ്കര വിഷമമുള്ള കാര്യ. എന്റെ കലത്തിൽ ദൈവമായ യഹോവയാണ്, അവനും ആണയിട്ടതുപോലെ ഇവളും ആണയിടുക. യഹോവയാണ് എന്റെ കലത്തിൽ ഒരു പിടി മാവും ഒരു 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 തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ ഒന്നുമില്ല. അത് നിനക്ക് തരാനുള്ളതല്ല, ഞാനും എന്റെ മകനും കൂടെ തിന്നിട്ട് മരിക്കാനിരിക്കുന്ന ഒരവസ്ഥ. ലാസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കുക. അപ്പൊ നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും, പക്ഷെ ആദ്യം എനിക്ക് ഒരട ഉണ്ടാക്കിക്കൊണ്ടുവരണം. അന്നേരമാണ് ദൈവം കൽപ്പിച്ച ആ കൽപ്പന വിധവയുടെ ഉള്ളിൽ പ്രവേശിച്ചത്. വിധവയോട് ദൈവം കൽപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഏലിയാവ് പോവുക. ഏലിയാവ് ഈ കാര്യം പറഞ്ഞപ്പം ആ കൽപ്പന അവളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. അവൾ ചെന്ന് അട ഉണ്ടാക്കി അവന് കൊടുത്തു. ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഉള്ളവരുടെ അടുക്കൽ ചെന്ന് കൽപ്പിക്കുകയല്ല. അപ്പൊ നമുക്ക് ഈസിയാ. ഉള്ള ഒരാളിനോട് ഇന്നത് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഈസിയാ. ഇല്ലാത്ത ഒരു വിധവയുടെ കയ്യിൽ നിന്ന് എത്രയോ പ്രാവശ്യം നമ്മളെ പോറ്റിയിട്ടുണ്ട് ദൈവം, അല്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ ദൈവം എത്രയോ പ്രാവശ്യം പോറ്റിയിട്ടുണ്ട്. നമ്മൾ ആരും ഇപ്പോഴും ഇരിക്കുന്ന അവസ്ഥയിൽ ആയതല്ലല്ലോ. എത്രയോ കഷ്ടങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും അനവധി പേരുടെ പോറ്റലിനാലാണ് നമ്മളിപ്പം ഇവിടെ ആയിരിക്കുന്നെന്ന് ഓർത്ത് ദൈവത്തിന്റെ വലിയ കരുണയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഒരു വഴി അടയ്ക്കുമ്പോൾ മറ്റൊരു വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാകട്ടോ. ഒരു വഴി അടയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് ഉണ്ടായിരുന്ന ഒരു വഴി അത് അടഞ്ഞു പോയി, അതിനി വേറൊരു വഴിയായിട്ട് എങ്ങനെ തുറന്നു വരും? എന്റെ മുമ്പിലുള്ള വഴി മുഴുവൻ അടഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോ ഏലിയാവിന്റെ മുമ്പിൽ കാക്കയുടെ വരവ് നിന്ന് തോട്ടിലെ വെള്ളവും വറ്റിയപ്പം സാരഫാത്തിലെ വിധവയോട് കൽപ്പിച്ച് അവളുടെ അല്പത്തിൽ നിന്ന് അവന് കൊടുക്കാനുള്ള ഒരു ദൈവകൽപ്പന അവൾ ഏറ്റെടുത്തപ്പം അവളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നെങ്കിൽ ഇന്നു പകലിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അല്പമേ കാണൂ, പക്ഷെ അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വ്യാപരിക്കുക. നമ്മൾ ദൈവം എന്ത് പറയുന്നോ അത് അനുസരിക്കാൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമേ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി മാവും ഒരു തുരുത്തിയുള്ള അല്പം എണ്ണയും ഞാനും എന്റെ മകനും കൂടി അവസാനത്തെ അപ്പം ഉണ്ടാക്കി തിന്നിട്ട് മരിക്കാനിരുന്ന അതിനും നീ സമ്മതിക്കത്തില്ലയോ എന്നൊരു ചോദ്യമല്ല അവൾ ചോദിച്ചത്. അവൾ അത് ഉണ്ടാക്കി അവന് കൊടുത്തു. അവിടെ വായിക്കുന്നത്, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. ആ വചനം കേട്ടപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാണ് ഇതെന്ന് അവൾ മനസ്സിലാക്കി ആ പ്രവാചകന് വേണ്ടി അവൾ ആ കാര്യം ചെയ്തു കൊടുത്തപ്പം അവളും അവനും എന്ന് പറഞ്ഞാല് ഈ മകനും അമ്മയും ഏലിയാവും ഈ വിധവയുടെ വീട്ടുകാരും ഏറിയ നാൾ അകോപൃത്തി കഴിച്ചു. ഒരപ്പമാ കൊടുത്തത്, ഇച്ചിരി വെള്ളമാ കൊടുത്തത്. ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കരുതൽ. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകൂ. നമ്മളെല്ലാവരും അത് അനുഭവിച്ചറിഞ്ഞ. ഞാൻ ഒത്തിരി അനുഭവിച്ചറിഞ്ഞു. വടക്കേ ഇന്ത്യയിൽ 15 വർഷം കർത്താവിന് ആന്റി പറഞ്ഞ അനുഭവമൊക്കെ പറയണം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. എന്നിട്ട് അയ്യോ പാവം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
കഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാ കേട്ടോ. വടക്കേ ഇന്ത്യയിലൊക്കെ ആയിരിക്കുന്നവർക്ക് ഭയങ്കര ദൈവശക്തിയും എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിലും അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല. സിംഗപ്പൂരിൽ കാക്കയില്ലെന്നാ പണ്ട് എന്റെ അമ്മ പറഞ്ഞത്. ശരിയാണോന്ന് ഞാൻ ആന്റിയോട് ചോദിക്കാനിരിക്കുവാ കേട്ടോ. പണ്ട് എന്റെ അമ്മ ജീവിച്ചിരുന്നു. ഇപ്പൊ ഒത്തിരി നാളായി എന്റെ മാതാവ് ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. പണ്ടെന്തോ പഠിച്ചപ്പം അമ്മ പഠിച്ചത് സിംഗപ്പൂരിൽ കാക്കയില്ലത്രേ. അപ്പം എന്റെ വിവാഹപ്രായമായപ്പം സിംഗപ്പൂരിലെ ഏതോ ഒരു ദേവദാസന്റെ കല്യാണാലോചന വന്നു. അന്നേരം അമ്മ പറഞ്ഞു സിംഗപ്പൂരിൽ കാക്കയില്ലത്രേ എന്ന് പറഞ്ഞു. പക്ഷെ വിവാഹം നടന്നില്ല. പക്ഷെ ഞാൻ ഇനി ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ആന്റിയോട് ചോദിക്കാം. കാക്കയുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മള് നമ്മൾ ചിന്തിക്കുന്ന വഴികളിലൂടെ അല്ല കർത്താവ് നമ്മളെ നടത്തുന്നത്. വെള്ളം മാത്രമാണോ ചോദിച്ചാൽ അപ്പവും ചോദിച്ചു. വിശ്വാസത്തോടെ അവിടെ ഇല്ലായ്മ പറഞ്ഞെങ്കിലും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ആ ഒരു അധികാരം അവളിലേക്കും വ്യാപരിച്ചു. ഏലിയാവിന്റെ വിശ്വാസം വിധവയിലും വ്യാപരിച്ചു. എന്ന് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പം ആ നമ്മളിലുള്ള വിശ്വാസം, നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ വ്യാപരിക്കൂ. വെറുതെ പറഞ്ഞുകൊണ്ട് പോയാൽ ഒന്നും വ്യാപരിക്കത്തില്ല കേട്ടോ. നമ്മൾ വിശ്വാസത്തോടെ തന്നെ പറയണം. ഞങ്ങള് ചർച്ചിലെ പടിക്കർ സമുദായത്തിൽ നിന്ന് ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടിട്ടില്ല. അപ്പം ആ രക്ഷിക്കപ്പെട്ട സഹോദരി പെട്ടെന്ന് പാരലൈസ് ആയി, പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. ഇത് എന്റെ നാത്തൂന് ഇതുപോലെ വന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി അവൾ ജാതിയിൽ വന്നതാ. അപ്പൊ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അപ്പൊ അവള് പെട്ടെന്ന് ഒരു സൈഡ് തടർന്ന് ICUയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം പിടിക്കും കേട്ടോ ഒന്ന് കാലൂന്നി നടക്കാനെന്ന്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഒരു ഭയങ്കരമായിട്ട് കരഞ്ഞു, കർത്താവിനെ ഞാൻ വിളിക്കുന്നു, എന്നിട്ട് എന്താ അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആ ഒരു മേഖലയാണല്ലോ, അവരങ്ങനെയുള്ള വർത്താനങ്ങളോ പറഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഡോക്ടറിന്റെ വിധി ഒന്ന് മാറ്റി എഴുതണേ. 3-ാമത്തെ ദിവസം അവര് കാലൂന്നി നടന്നു. ഇപ്പം 3 മാസം തികച്ചായില്ല, അവരെല്ലാ പണികളും ചെയ്യുന്നുണ്ട്. കൈയുടെ ഒരു ചെറിയ വിരലിന് മാത്രമേ ദൈവത്തിന്റെ ആ ഒരു ഭയങ്കര ഒരു പ്രവൃത്തി ജാതിയുടെ മധ്യത്തിൽ നമ്മൾ വിശ്വാസത്തെ ഞങ്ങൾ പറഞ്ഞ് ഡോക്ടറുടെ വിധിയല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വിധിക്കുന്നത്. ഡോക്ടർ 6 മാസം വിധിച്ചെങ്കിൽ 6 ദിവസമേ നമുക്ക് ദൈവം വിധിക്കുക. അതിനപ്പുറം എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് നമ്മൾ വിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞപ്പം ആ വിശ്വാസം ആ സ്ത്രീയിലും വ്യാപരിച്ചു. അവരെഴുന്നേൽക്കാനിടയായി. ഇതുപോലെ ഏലിയാവ് പറഞ്ഞ ആ കാര്യം വിശ്വാസത്തോടെ അധികാരത്തോടെ പറഞ്ഞത് ആ വിധവയുടെ ഉള്ളിൽ വിശ്വാസവും അധികാരവുമായി വ്യാപരിച്ച് അവൾ അത് ഏറ്റെടുത്തപ്പം അവളുടെ ജീവിതത്തിന് സ്ഥിതിക്ക് മാറ്റം വരാനിടയായി. അമ്മയുടെ സ്ഥിതിക്ക് മാറ്റം വന്നു, മോന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു, അവരുടെ വീട്ടുകാരുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. അതോടൊപ്പം ഏലിയാവിന്റെ സ്ഥിതിക്കും. അവിടെ ഏറിയ നാൾ ഈ ക്ഷാമകാലത്തെല്ലാം അവൻ അവിടെ പാർക്കാനിടയായി. നമുക്കറിയാം ഏലിയാവ് ഒരു മാളിക മുറി ഉണ്ടായിരുന്നു. ആ മാളിക മുറി ഏലിയാവിന് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ എന്തെല്ലാം പറഞ്ഞു കാണും അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു വിധവയായ സ്ത്രീ മോനെയും കൊണ്ട് ജീവിക്കുന്നു. പെട്ടെന്ന് ഒരു പ്രവാചകൻ വന്നപ്പോൾ അവനൊരു മാളിക മുറിയും കൊടുത്ത് അവിടെ പാർപ്പിച്ചു. ഇത് എന്തോ ഞാനിത് പറയുന്നത് നിങ്ങളൊന്നും വിഷമിക്കരുത്. അങ്ങനെയൊന്നും ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്റെ മനസ്സിൽ വന്ന ചിന്തയാ. ലോകം മുഴുവൻ അവൾക്കെതിരെ തീർന്നു കാണും അല്ലെ? ദൈവദാസനെയും അപമാനിച്ചു കാണും. പക്ഷെ വിശുദ്ധിയോടെ നിന്ന ഒരു ദൈവദാസന, വിശുദ്ധിയോടെ നിന്ന ഒരു വിധവയുമാണെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവം മാത്രമേ അതറിയുന്നുള്ളൂ. പലരും പറഞ്ഞു ഒരു പ്രവാചകൻ വന്ന് കേറിയിട്ടുണ്ട് അവിടെ, ഒരു മാളിക മുറിയും കൊടുത്ത് അവളവിടെ പാർപ്പിച്ചേക്കുക, അവളൊരു വിധവയാണെന്ന് നമുക്ക് ബോധമില്ലേ, അവളുടെ ഭർത്താവ് അവളോടൊപ്പം ഇല്ലെന്നറിയത്തില്ലേ, ഒരു മോനെയും കൊണ്ട് അവൾ ഇരിക്കുന്നു, എന്താ അവളുടെ സ്ഥിതി? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം വിധവയുടെ മകനും മരിച്ചു. അപ്പൊ ആൾക്കാരെന്താ പറഞ്ഞു? കണ്ടോ കണ്ടോ കണ്ടോ, അവളുടെ സ്ഥിതിക്ക് മാറ്റം വന്ന കണ്ടോ, അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കാണും. അതല്ലേ ലോകം. അതിന്റെ അപ്പുറവും പറഞ്ഞു കാണും. ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർ എന്തെല്ലാം പറഞ്ഞു കാണുമെന്ന് അറിയാമോ? അങ്ങനെ വളരെ വേദനയോടെ നിരാശയോടെ വിഷമിച്ചിരുന്ന ഒരു സന്ദർഭം അവളുടെ ജീവിതത്തിൽ വന്നു. അവളുടെ മകൻ മരിച്ചു. അന്നേരം അവൾ പറഞ്ഞ എന്താണെന്നറിയാവോ? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലിക്കേണ്ടതിനുമാണോ നീ വന്നത്? ഇത്രയും നാള് 3-3.5 വർഷം മഴയില്ലാതിരുന്ന സമയം മൊത്തം ഏലിയാവ് പറഞ്ഞതിനനുസരിച്ച് കലത്തിലെ മാവ് തീരുന്നില്ല, ഭരണിയിലെ എണ്ണ തീരുന്നില്ല. അവളും അവളെ വീട്ടുകാരും ഏലിയാവിന്റെ ആ ഒരു ദൈവശക്തി കൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അവള് പറഞ്ഞ നീ എന്തിനാ എന്റെ മോനെ കൊല്ലാനാണോ വന്നത്? ഏലിയാവിന് വളരെ പ്രതിസന്ധിയായി. പ്രവാചകന്മാർക്ക് പ്രതിസന്ധി ഉണ്ട് കേട്ടോ. പ്രസംഗിക്കുന്നവർക്ക് ഭയങ്കര പ്രതിസന്ധിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി പ്രതിസന്ധിയുണ്ട്. ദൈവവേല ചെയ്യുന്നവർക്ക് ഒത്തിരി പ്രതിസന്ധിയുണ്ട്. എന്ന് വെച്ചാൽ ഈസി ഒരു ലൈഫ് അല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ വിശ്വസ്തയോടാണോ സേവിക്കുന്നത്? എന്നാൽ കഷ്ടമുണ്ട്. അതാ ദൈവജനം പറയുന്നത്, ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും, നിന്ന ഉണ്ടാകും, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പരത്തി എന്ന് വരും. അതിന്റെ മധ്യത്തിൽ ഏലിയാവ് എന്താ ചെയ്തെന്നറിയാമോ? ഏലിയാവ് പറഞ്ഞു, ഞാനിവിടെ വന്നു പാർക്കുന്ന ഈ വിധവയുടെ മകൻ ഇങ്ങനെ വരാൻ തക്കവണ്ണം കർത്താവേ നീ അനർത്ഥം വരുത്തിയോ എന്നൊരു ചോദ്യം കർത്താവിനോട് ചോദിച്ചു. അപ്പം ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവന്റെ മേൽ വന്നു. നീ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം അവനോട് പറഞ്ഞു കൊടുത്തു. അവൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥന എവിടെ?
നിന്റെ പ്രഖ്യാപനം എന്തിയെ? നിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്തിയെ? കഷ്ടതയുടെ നടുവിൽ അത് വെളിപ്പെട്ട് വരേണ്ടത്. നീ ഒരിക്കൽ പറഞ്ഞല്ലോ, യഹോവയാണ് ഈ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന്. അതുപോലൊരു പ്രഖ്യാപനം നിനക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ലയോ? കർത്താവ് ചോദിച്ചു, നിന്റെ വിശ്വാസം എന്തിയെ? നിന്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, അതെന്തിയെ? നിന്റെ ജീവിതം എന്തിയെ? നിന്റെ വിശുദ്ധിയോടെ നീ എന്റെ സന്നിധിയിൽ പറഞ്ഞ വാക്കുകൾക്കെല്ലാം ഞാൻ വില കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ വിശ്വാസം എന്തിയെ? ആ ഒരു വാക്കിന്റെ മുമ്പിൽ അവൻ ദൈവസന്നിധി സമർപ്പിച്ച് അവിടെ വായിക്കുന്ന കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നിട്ട് ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. എന്താണെന്നറിയാമോ? എന്റെ ദൈവമായ യഹോവേ, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ. അവന് ജീവൻ കൊടുക്കണേ, അവന് ജീവൻ കൊടുക്കണേ എന്നൊന്നും അല്ല പറഞ്ഞത്. ഒരു പ്രഖ്യാപനം. കഷ്ടതയുടെ നടുവിൽ പലപ്പോഴും നമ്മൾ ചെയ്ത പല കാര്യങ്ങളും മറന്നുപോകും കേട്ടോ. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും മറന്നുപോകും. വളരെ ഞാനും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ ഞാനും വിഷമിച്ചു. കർത്താവേ, എന്നിട്ടും ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന ഇന്ന ആളിനെയൊക്കെ ദൈവം വിടുവിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങൾക്ക് വിടുതൽ തന്നു, ഇതിലും വിടുതൽ തരത്തില്ലയോ എന്നൊക്കെ കർത്താവിനോട് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ ആഴ്ച മെനഞ്ഞാന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവമേ, കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രയോജനമില്ല. പക്ഷെ ദൈവത്തിന്റെ വിടുതൽ അവിടെ വ്യാപരിക്കട്ടെ എന്ന് പറയുമ്പം ഒരല്പ ആശ്വാസ ഹൃദയത്തിനെങ്കിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ദൈവമക്കൾ അങ്ങനെയാ വളരേണ്ടത്. നമ്മൾ അങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരായിട്ടല്ല. നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മളൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തണം. അതിനുള്ളിൽ വിശ്വാസം വേണം. അത് വായിൽ പുറത്തു വരണം. ഏലിയാവ് പറഞ്ഞു, അവന്റെ പ്രാണൻ അവന്റെ മുമ്പിൽ വരുമാറാകട്ടെ. അവൻ എവിടാ ചെന്നറിയാമോ? അവന്റെ മാളിക മുറിക്കകത്ത് വിശുദ്ധി ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ഉയർപ്പ് നടക്കുമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചേ. നമ്മൾ പ്രാർത്ഥനാ മുറി, നമ്മുടെ മാളിക മുറി, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ പവിത്രമായ ജീവിതം, നമ്മുടെ നമ്മളാരും തികഞ്ഞവരല്ലെങ്കിലും ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ഓരോ ദിവസവും ശുദ്ധീകരണത്തിനായി ഞാനും നീയും ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്റെയും നിന്റെയും മാളിക മുറിയിൽ ഒരു വിടുതലിന്റെ ശുശ്രൂഷ വ്യാപരിക്കാനിടയാ. ഇന്ന് പകലിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പ്രവചിക്കുക, നിങ്ങളുടെ മാളിക മുറിയിൽ, നിങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റലിലെ മുറിയിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ ഒരു വിടുതൽ ഇന്ന് പകലിൽ വ്യാപരിക്കട്ടെ. ഉയർപ്പിന്റെ ഒരു ശക്തി ഇന്ന് പകലിൽ വ്യാപരിക്കട്ടെ. ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചു പ്രഖ്യാപിച്ചപ്പോ അവന്റെ മാളിക മുറിയിൽ ഒരു ജീവന്റെ ശുശ്രൂഷ വ്യാപരിച്ചെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ കഴിയാതെ വണ്ണം നമ്മെ രോഗിയാക്കി കിടത്തിക്കളയുന്ന, നമ്മെ നടക്കുവാൻ കഴിയാതെ വണ്ണം നമ്മെ ഒതുക്കി കളയുന്ന അന്ധകാര മണ്ഡലങ്ങൾ നമ്മെ വരിഞ്ഞു മുറുക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ പ്രഖ്യാപിക്ക്, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. നീ ആഗ്രഹിച്ചാൽ ഇന്ന് പകലിൽ നിന്റെ മാളിക മുറിയിൽ ഒരു വിടുതൽ വ്യാപരിക്കുക, ഒരു ഉയർപ്പ് വ്യാപരിക്കുക. ഏലിയാവ് പാർത്ത മാളിക മുറിയിൽ കുഞ്ഞിന്റെ ജീവൻ മടങ്ങി വരുവാനുള്ള ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഏലിയാവിന്റെ വിശ്വാസം, ഏലിയാവിന്റെ വിശുദ്ധി, ഏലിയാവിന്റെ പ്രാർത്ഥന. അങ്ങനെ മടങ്ങി വന്നപ്പോ വിധവ പറയുക, നീ വാസ്തവത്തിൽ ദൈവത്തിന്റെ മനുഷ്യനാന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേൽ പറയുന്ന വചനം സത്യമെന്നും ഞാൻ പറയും. നേരത്തെ പറഞ്ഞ നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വന്നവനാണോ എന്ന് ചോദിച്ച അവള് തന്നെ വാക്കുമാറ്റി പറഞ്ഞു. ഇന്ന് പകൽ പ്രത്യേക ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോവുക കേട്ടോ. ദൈവദാസിമാരെ ചില അധികാരങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ പോവുക. ഇന്ന് വരെ നിങ്ങളെ നിന്ദിച്ച ചില വ്യക്തികളുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ നമ്മിൽ ഇന്ന് പകലിൽ വെളിപ്പെടാൻ പോവുക. നമ്മെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നമ്മെ പിന്നിൽ നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവം ഏറ്റെടുത്ത ഒരു വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ നീ ചിലത് പ്രഖ്യാപിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ വ്യാപരിക്കുക. ശന്തൽ പ്രൗഢമാന ഘടകസ്യ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മെ തളർത്തിക്കളയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ നമ്മളൊന്ന് പ്രഖ്യാപിക്കാനിടയാകണം. ഇവരും പറയുന്നതല്ല നീ ചിന്തിക്കേണ്ടത്, ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ചില പ്രഖ്യാപനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ മാളിക മുറിയിൽ ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അവനെ കുറ്റം പറഞ്ഞ വിധവയുടെ മുമ്പിൽ ഏലിയാവിന്റെ വിശുദ്ധി, നീതി വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ എന്റെ ഭാഗത്തിലേക്ക് പെട്ടെന്ന് പോവുക. അരമണിക്കൂർ എനിക്ക് ഏകദേശം കഴിഞ്ഞു. എന്റെ സമയം ഇങ്ങനെയാ പോകുന്ന കേട്ടോ. 18-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പം അവിടെ വായിക്കുന്നത് 3-3.5 വർഷം മഴയൊന്നും ഉണ്ടായില്ല. അപ്പം ദേശത്തിന്റെ സ്ഥിതി എന്തായി തീരും? വെള്ളമില്ല, പുല്ലുകളൊന്നും ഇല്ല, മൃഗങ്ങളെല്ലാം പട്ടിണി, ആൾക്കാരെല്ലാം പട്ടിണി. അപ്പം അപ്പോഴും നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസബേല് ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊല്ലുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊന്നും ആലോചിക്കാനുള്ള മണ്ട അവക്കില്ല. അവളെ കുറിച്ച് പറഞ്ഞു. അവിടെയാണ് ഇസബേല് പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് 16-ാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞു. ഇസബേല് ബേത്ത്ബാലിന്റെ മകളാണ്. അവള് പ്രവാചകന്മാരെ കൊല്ലുന്നവളാണ്, ബാലിനെ സേവിച്ചവളാണ്. ഇസ്രായേൽ രാജാവായ ആഹാബ് അവളെ ചെന്ന് കല്യാണം കഴിച്ചത് കൊണ്ട് ഇസ്രായേലിനും അവളുടെ
അടിമത്തത്തിലോട്ട് ആക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നു. ആഹാബിന്റെ ഭരണം മുഴുവൻ ഇപ്പൊ ഇസബേലാ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇനി ബാലിന്റെ 450 പ്രവാചകന്മാരുണ്ട്. പിന്നെ ഇസബേലിന്റെ മേശയെങ്കിൽ 400 അശേര പ്രവാചകന്മാര് ഭക്ഷിച്ചു വരുന്നു. ദേശം മൊത്തം ക്ഷാമം കൊണ്ട് നശിക്കുമ്പോ അവളുടെ കള്ളപ്രവാചകന്മാരെ എല്ലാം കൂട്ടി രാജ്യത്തിലെ ഭോജനം എല്ലാം കൊടുത്ത് വളർത്തുക. ഇവിടെ ഏലിയാവ് ഒറ്റയ്ക്ക് നിക്കുക. പിന്നെ അവിടെ വിധവയുടെ മുമ്പിൽ ഒരു ദൈവപ്രവൃത്തിയൊക്കെ നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഏലിയാവ് വിധവയുടെ വീട്ടിലല്ല, പിന്നെ നേരിട്ട് രാജകൊട്ടാരത്തിലെ ശുശ്രൂഷ ചെയ്യാൻ പോവുക. രാജാവിന്റെ മുമ്പിലുള്ള ശുശ്രൂഷയാ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിലർക്കൊക്കെ പറയാം, നമ്മളിപ്പം എല്ലാരും പറഞ്ഞു നിങ്ങൾ ഈ പ്രായത്തിൽ ഈ ആദിവാസി കോളനിയിൽ നിന്നും കിടന്ന് കഷ്ടപ്പെടാതെ നല്ലൊരു സഭാ ചാർച്ചൊക്കെ തരാൻ നിങ്ങൾ ഇന്നടുത്ത് പോണം എന്നൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്. കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന അടയാളങ്ങളൊക്കെ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ എങ്ങനെയാ ദൈവത്തിന്റെ ഹിതമെന്നൊക്കെ. അപ്പൊ ദൈവത്തോട് ചില അടയാളങ്ങളൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ പോണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? ദൈവത്തിന്റെ ആലോചനയിലാണ് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത്. മാനുഷികമായി ചിലരുടെയൊക്കെ പുറകെ നടന്നായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല രീതിയിലൊക്കെ ശുശ്രൂഷിച്ചൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യത, അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടാ. അങ്ങനെ പോയായിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് പോലും സംശയമാകട്ടോ ഈ ലോകത്തിൽ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അല്ല, നേരെ ചൊവ്വേ ജീവിച്ച് കർത്താവ് പറയുന്ന ശുശ്രൂഷ ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിൽ പോയിട്ട് അവിടെ നല്ലൊരു സ്ഥാനം കിട്ടുമല്ലോ, അത് മതി എന്ന് വിചാരിച്ചിരിക്കുക. ഈ ലോകത്തിൽ സ്ഥാനത്തിനും മാനത്തിനും പിറകെ നടന്നിച്ച് മേളിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഓടിയിട്ടും പ്രയോജനമില്ല. പലരൊക്കെ ഇങ്ങനെ വിചാരിക്കുക, ഇന്ന ആൾക്കാരൊക്കെ അത് ഇതൊക്കെ കാണിച്ച് അവര് വലിയ ശുശ്രൂഷയും ചെയ്യുന്നു, ഇന്നതൊക്കെ കാണിച്ച് മേളിലോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അവരെ വിധിക്കാൻ എനിക്ക് അർഹതയില്ല. എങ്കിലും ഞാൻ പറയുക, നമ്മുടെ ജീവിതമൊക്കെ സൂക്ഷിച്ച് നമ്മൾ നേരെ ചൊവ്വേ ജീവിച്ചാ മേളിൽ പോകാനാണല്ലോ, സ്വർഗത്തിൽ പോകാനാണല്ലോ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചല്ലേ. പിന്നെ എന്തിനാ വേറെ രീതിയിൽ നടന്നുണ്ടായിരുന്നു? നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കർത്താവിനെ കാണുക, സ്വർഗത്തിൽ പോവുക. അതുകൊണ്ട് നേരെ ചൊവ്വയൊക്കെ ജീവിച്ചോണം. പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, ആരാധിക്കുന്നതൊക്കെ കൊള്ളാം, നേരെ ചൊവ്വയായിരിക്കണം. നേരെ ചൊവ്വയുള്ള ജീവിതം നയിക്കും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുക, നേരെ ചൊവ്വേ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. സ്വർഗത്തിൽ നമുക്കൊരു പൊസിഷൻ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ നഷ്ടമാക്കല്ലേ. ഈ ലോകത്തിലെ പൊസിഷന് വേണ്ടി ഓടിയിട്ട് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ആ സ്ഥാനം നമ്മൾ നഷ്ടമാക്കിയെങ്കിൽ ജീവിതം വ്യർത്ഥമാ. അപ്പം ഇവിടെ വായിക്കുന്നത് ഏലിയാവിന്റെ പൊസിഷൻ മാറുക. തന്നെത്താനെ മാറിയതാണോ? അല്ല, ദൈവം പറഞ്ഞിട്ട് മാറിയതാ. ആദ്യം കാക്കയെ കൊണ്ട് പോറ്റി, പിന്നെ വിധവയെ കൊണ്ട് പോറ്റി. നിനക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ, തിശ്ബി എന്നുള്ള തിശ്ബിയനല്ലേ, നിനക്ക് അഡ്രസ്സും ഇല്ല, നീ ആദ്യം കാക്കയുടെ പുറകെ, പിന്നെ വിധവയുടെ പുറകെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ? ദൈവം അവനെ നേരിട്ട് കൊണ്ട് രാജാവിന്റെ മുമ്പാകെയാ. ഇപ്പൊ എനിക്ക് കിട്ടിയൊരു വെളിപ്പാടാ. ഞാനതൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നേരത്തെ ഒന്നും എനിക്കിത് കിട്ടിയതല്ല. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇപ്പൊ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തത പാലിച്ചാ ഉണ്ടല്ലോ, ദൈവം കൊണ്ടുപോകുന്ന ഒരു സ്ഥാനമുണ്ട്, അവിടം വരെ നീ എത്തിച്ചേരും. ദൈവം നമ്മളെ കുറിച്ച് വച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു മനുഷ്യനോ ഒരു പിശാചിനോ കഴിയത്തില്ല. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം ആ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. ഇപ്പം ഏലിയാവ് പോകുന്ന ആഹാബിന് തന്നെത്താൻ കാണിക്കാൻ പോവുക, വലിയൊരു ശുശ്രൂഷ ചെയ്യാൻ പോവുക. ദൈവം ആരെന്ന് ആഹാബിന്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തണം. ഇസബേലിന്റെ ദുഷ്ടതയും ഇസബേലിന്റെ വ്യഭിചാരവും ഇസബേലിന്റെ പരസംഗവും നിമിത്തം നശിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പില് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് സത്യദൈവം എന്ന് വെളിപ്പെടുത്താനുള്ള ഒരു സമയം വന്നിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട് കേട്ടോ. നമ്മൾ ആരെന്ന് വെളിപ്പെടാനും നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്ന് നമ്മളെ കൊണ്ട് വെളിപ്പെടുത്താനുമുള്ള ഒരു സമയമുണ്ട്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ആദ്യമേ കയറി ചെന്നങ്ങ് ആഹാബിന്റെ മുമ്പിലല്ല പോയത്. അതിനുള്ള കടമ്പകളെല്ലാം കടന്ന് ഏലിയാവ് ആഹാബിന്റെ മുമ്പിൽ പോകാനിടയായി തീർന്നു. ഇസബേലിന്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഏലിയാവ് ഇപ്പം വിശ്വസ്തയോടെ ഒറ്റയ്ക്ക് നിൽക്കുക, ഉയർപ്പിന്റെ ശുശ്രൂഷയൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കുന്ന ഒരു സമയം. അന്നേരം ആണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുക. ചില ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോരാട്ടം വരുമോ എന്ന് ഞാൻ പറയാം. ഇപ്പം ശുശ്രൂഷ ചെയ്യാൻ പോവാ, വലിയൊരു ശുശ്രൂഷ ചെയ്യാം, ഉയർപ്പിന്റെ ശുശ്രൂഷ ചെയ്തു, കലവറയെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തു. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകളാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ചില കലവറകളൊക്കെ ചിലപ്പോഴൊക്കെ ആഹാരമൊക്കെ വെക്കുമ്പോഴായിരിക്കും ഒരു 4-5 ദൈവദാസന്മാരൊക്കെ കയറി വരുന്നത്. അന്നേരം നമ്മൾ വിചാരിക്കും, ദൈവമേ ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ കാണത്തില്ല, വൈകിട്ട് ഞങ്ങൾ പട്ടിണിയാവും, വേറെ ഇച്ചിരി അരി ഇടാനുമില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നിട്ടുണ്ടോ? വിശ്വാസത്തോടെ കലത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വിളമ്പി എല്ലാവർക്കും വൈകിട്ടത്തെ ആഹാരത്തിന് തികഞ്ഞ സംഭവം ഉണ്ടോ? അങ്ങനെയുണ്ട് കേട്ടോ. ദൈവം വലിയവനാ, വിശ്വസ്തനാ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെയുള്ള പരിതസ്ഥിതികൾ നിങ്ങൾ വിശ്വാസം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു നോക്കുക, എല്ലാം തികയും. തികഞ്ഞ അധികവും വന്ന് വൈകിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും എല്ലാം കഴിക്കാനുള്ളതെല്ലാം കർത്താവ് തരും. ഇല്ലായ്മയിലൊന്നും ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ഒരു വലിയ വർധനവ് അവിടെ വ്യാപരിക്കും കേട്ടോ. നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലല്ലോ കർത്താവിന്റെ വേല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ കലവറകളിൽ അത്ഭുതങ്ങളെ ചെയ്യും. അതെന്റെ അനുഭവമാ. പോട്ടെ, ഓക്കെ, അനുഭവമൊക്കെ പറഞ്ഞു പോയാൽ എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്തിടാത്തത്. ഏലിയാവ്
ആഹാബിന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവുക. ഇസ്രായേൽ രാജ്യത്തിലെ സകല വ്യക്തികളുടെ മുമ്പിൽ 450 അശേര പ്രവാചകന്മാര്, 400 ബാലിന്റെ പ്രവാചകന്മാരും ഒക്കെ ചേർന്ന് 850 പേർ ഒരു കൂട്ടമായി നിൽക്കുമ്പം ഏലിയാവ് ഒറ്റയ്ക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ചെയ്യുക. നമുക്കറിയാം. അവിടെ ഞാൻ ഓടിച്ചങ്ങ് പറയാം, കാരണം നമുക്കതെല്ലാം അറിയാം, പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം അറിയാം. യഹോവയുടെ പ്രവാചകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അവൻ പറയുന്നത് യഹോവയുടെ പ്രവാചകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളെങ്കിലും യഹോവ തന്നെയേ ഉള്ളു സത്യദൈവം, ഒറ്റയ്ക്കാ. എന്നാലും വേണ്ടില്ല, നമ്മുടെ ദൈവമാ ഒരു സത്യദൈവം എന്ന് പറഞ്ഞ് അവൻ നിന്നു. അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ യാഗപീഠം പണിത് അവര് ആരാധനയുടെ പരീക്ഷണം നടത്തി. ബാലിന്റെ പ്രവാചകന്മാർ ഉച്ചവരെ കിടന്ന് തുള്ളിയിട്ടും ഒരനക്കവും ഉണ്ടായിട്ടില്ല. അവിടെ വായിക്കുന്നത് അവർ ഉച്ചവരെ അപേക്ഷിച്ചു, ബാലിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദവും ഉണ്ടായില്ല, ഒരു ഉത്തരം ഉണ്ടല്ലോ. വല്ല ജീവനോ വല്ല ഉണ്ടെങ്കിലല്ലേ വല്ല ഉണ്ടാകത്തുള്ളൂ. അനങ്ങാൻ പാറയുടെ അടുത്ത് നിന്ന് വിളിച്ചാൽ വല്ലതും കേൾക്കുമെന്ന് ഈ മണ്ടന്മാർക്കല്ലേ. ഇസ്രായേൽ മക്കളും ദൈവത്തെ വിട്ടുമാറി ബാലിന്റെ പിറകെ പോയതാണ് ഏറ്റവും വലിയ അബദ്ധം. അവർ വായിക്കുന്ന, അവർ ഉറക്കെ വിളിച്ചു നോക്കി, രക്തം ഒഴുകോളം ശരീരത്തിലും കുന്തം കൊണ്ടും വാളുകൊണ്ടൊക്കെ മുറിവേൽപ്പിച്ചു നോക്കി. കർത്താവ് നമ്മളോട് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. ഉച്ചവരെ വെളിച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ തുള്ളിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏതോണ്ടൊക്കെ പറഞ്ഞ് ഹാ ഹൂ എന്നൊക്കെ ആക്കി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയുമില്ല, ഒരനക്കവുമില്ല. അപ്പൊ ഏലിയാ പറയാ, എന്റെ അടുക്കലിട്ട് വാ. ഉച്ചവരെ നിങ്ങൾ ബാലിന്റെ പിറകെ നടന്നല്ലോ, ഇപ്പൊ നിങ്ങൾ എന്റെ അടുക്ക വാ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ധൈര്യത്തോടെ അവൻ മുന്നോട്ട് പോയിട്ട് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം പണിത്. അതുകൊണ്ടാണ് അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളുണ്ട് കേട്ടോ. പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ അത് പണിയണം. ആരാധനയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ അത് പണിയണം. വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പണിത് വിശുദ്ധ ജീവിതത്തിലോട്ട് മടങ്ങി വരണം. അപ്പോഴാണ് ദൈവമാരെന്ന് ദൈവം ഒന്ന് വെളിപ്പെടുത്തുന്നത്. അല്ലാതെ വെറുതെ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയത് കൊണ്ടോ നമ്മൾ വെളിച്ചപ്പെട്ടത് കൊണ്ടോ ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല. നമ്മുടെ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥകളൊക്കെ ഒന്ന് പണിത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും തീയും അവിടെ ഇറങ്ങി വരാനിടയായി തീരും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഇടിഞ്ഞു കിടക്കുന്ന യഹോവയുടെ യാഗം പണിത് ക്രമീകരിക്കപ്പെട്ട ആരാധനയിൽ ദൈവം തീ ഇറക്കാനിടയായി തീരും. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ എന്തോ ചെയ്യണം? ജീവനും വിശുദ്ധിയും ദൈവപ്രസാദം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്, ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുക. നമ്മളെന്തോ ചെയ്യുന്നേ? ജീവൻ വ്യാപരിക്കാൻ വേണ്ടി ശരീരത്തെ ഇട്ട് ഒതുക്കുക. അങ്ങ് എന്തെല്ലാം കാണിക്കുമോ അതെല്ലാം ശരീരത്തിൽ ജീവൻ, അങ്ങനെയൊന്നും വരത്തില്ല. ജീവൻ അവിടെ കിടക്കട്ടെ. ആദ്യം വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുമ്പം അവിടെ ആ ജീവൻ വ്യാപരിക്കുന്നത്. അതവിടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ അങ്ങ് സമർപ്പിക്കുമ്പം അവിടെ സ്വർഗത്തിൽ നിന്ന് ജീവൻ വന്ന് വ്യാപരിക്കും കേട്ടോ. നമ്മൾ കൂടുതൽ പ്രയത്നങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. നമ്മുടെ യാഗപീഠം ഒന്ന് ശരിയാക്കണം. ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥകൾക്കൊക്കെ ഒന്ന് വ്യത്യാസം വരണം. നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരണം. നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ വ്യത്യാസം വരണം. വെറുതെ പ്രാർത്ഥിച്ച് വെറുതെ ആരാധിച്ച് പോകാനല്ല കേട്ടോ. വിശുദ്ധിയോടെ നാം ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുമ്പം പിശാച് അവിടെ പരാജയപ്പെടുക, ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങുക. ആരാധനയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ ഇന്ന് പകലിൽ നമ്മൾ അതല്ലേ ചെയ്യുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ശരീരങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ അവിടെ വ്യാപരിക്കുന്നു. ഏലിയാവ് തീ ഇറങ്ങാനുള്ള എല്ലാ മാനുഷിക സാധ്യതകളും അടച്ചിട്ട് 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചെന്ന്. അപ്പം ആരാധനയിലൊക്കെ തീ ഇറങ്ങാത്തത് കൊണ്ട് കൃത്രിമ തീ ഇറക്കുന്നു അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പം വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ചില അങ്ങ് പാടി അങ്ങ് വെച്ചിട്ട് എവിടെ നോക്കെ തീയും പുകയും ആവിയൊക്കെ. പണ്ടൊക്കെ പുരോഹിതന്മാർ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നപ്പം സ്വർഗത്തിൽ നിന്ന് ഷെക്കൈന ഇറങ്ങിയിട്ട് അവർക്ക് അവിടെ നിപ്പാൻ കഴിഞ്ഞില്ല. മേളിൽ നിന്ന് മേഘം ഇറങ്ങുകയും തീ ഇറങ്ങുകയൊക്കെ ചെയ്തു. ഇന്ന് അത് ഇറങ്ങാത്തതുകൊണ്ട് അവര് കൃത്രിമമായിട്ട് കറണ്ടിലൊക്കെ കുത്തി എന്തോ ഒക്കെ കാട്ടിയിട്ട് ഒരു തീ എവിടെന്നോ വ്യാപരിക്കുന്നു. നമുക്കതൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷെ അവിടെ ഇങ്ങനെ കിടന്ന് മുഴങ്ങുക അല്ലേ? ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, സാരമില്ല. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും കൃത്രിമ തീ കാണിച്ചൊന്നും പറഞ്ഞ് ദൈവം ഇറങ്ങി വരത്തില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠമൊക്കെ പണിത് വിശുദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ഒറിജിനൽ തീ എന്ന് വ്യാപരിച്ച എത്ര ഭംഗിയായിരുന്നു. പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ലീഡ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അല്ലേ? കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ അങ്ങനെ നടന്നായിരുന്നെങ്കിൽ അല്ലേ? ആദിമകാലത്തിലുള്ള ഒരു ആത്മീയ സന്തോഷം നമ്മളിലൊന്ന് വ്യാപരിച്ചായിരുന്നെങ്കിൽ അല്ലേ? പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പം പെന്തക്കോസ്ത് നാളിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരുടെ മേൽ പതിഞ്ഞൊരു ദൈവശക്തി ഉണ്ടല്ലോ. അത് നമ്മുടെ മേലൊന്ന് ഇറങ്ങിയാൽ എന്താ? അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായിട്ട് അവരുടെ മേൽ അങ്ങ് പതിഞ്ഞെന്ന. ഇപ്പം പതിയാത്തത് കൊണ്ട് അവർ തന്നെത്താനെ അങ്ങ് പതിപ്പിക്കുക. നമുക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ദൈവസന്നിധി പറഞ്ഞ, കർത്താവേ, ആ പെന്തക്കോസ്ത് നാളിൽ ദൈവജനത്തിന്റെ മുമ്പിൽ കാത്തിരുന്നവരുടെ ഉള്ളിൽ വ്യാപരിച്ചതായ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉണ്ടല്ലോ, എന്റെ നാവിന്മേൽ ഒന്ന് വന്ന് പതിയണമേ. എന്റെ ജീവിതം ഒന്ന്
വ്യത്യാസപ്പെടാൻ, അതിൽ നിന്ന് ചില അന്യഭാഷകൾ പുറത്തു വരാൻ, കടന്നു വന്നിരിക്കുന്നവരുടെ ജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടുള്ള ചില ശബ്ദങ്ങൾ പുറത്തു വരാൻ എന്നെ ഒരു തീയാക്കണമേ എന്ന് ദൈവത്തിന് നമുക്ക് ഏൽപ്പിക്കാം. എന്റെ അത് വിഷയമല്ലെങ്കിലും ഞാനത് പറഞ്ഞതാ. കർത്താവിന്റെ കൃപയാൽ നമ്മളെ ആ കാര്യങ്ങളിൽ ദൈവം ഉത്സാഹിപ്പിക്കട്ടെ. വിറകിന്മീതൊക്കെ വെള്ളം ഒഴിച്ച് ഈ കാര്യങ്ങളെല്ലാം തന്റെ അഹങ്കാരം കൊണ്ട് വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ട് അവൻ അഹങ്കാരം കാണിക്കുന്നുണ്ടോ, തന്റെ ഇടം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാൽ അതൊന്നുമല്ല. കർത്താവ് പറഞ്ഞിട്ടാ ചെയ്ത കേട്ടോ. 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവം കൽപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തെന്ന്. ഇതെല്ലാം വെള്ളം കോരി ഒഴിച്ചതും ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിതൊക്കെ ദൈവത്തിന്റെ കൽപ്പന അതുപോലെ ചെയ്തു. അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ തീ ഇറങ്ങി, അവിടെ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി, ജനമെല്ലാം എന്തോ ചെയ്തു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് കവിണ്ണു വീണു. ഏലിയ ബാലിന്റെ പ്രവാചകന്മാരെല്ലാം പിടിച്ചു വെട്ടിക്കൊന്നു. ആ ഒരു ശുശ്രൂഷ ചെയ്യാനാണ് കർത്താവ് അവനെ ഒരുക്കി ഒരുക്കി ഒരുക്കിക്കൊണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകളുണ്ടല്ലോ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാം, ആഹാരം വർദ്ധിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നതൊക്കെ വലിയ അസാധാരണ കാര്യം നമുക്ക് തോന്നിയാലും ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണല്ലോ. അതൊക്കെ ചെറിയ കാര്യമാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും വലിയൊരു ശുശ്രൂഷ എന്താണെന്നറിയാമോ? ദൈവമാണ്, നമ്മുടെ ദൈവമാണ്, ദൈവം ഒന്ന് തെളിയിക്കുക. അതാ ഏറ്റവും വലിയ ശുശ്രൂഷ. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഭൂതത്തെ പുറത്താക്കാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും അല്ല കേട്ടോ. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ദൈവമാണ് സത്യദൈവം ഒന്ന് തെളിയിക്കാൻ പറ്റിയ അതാ ഏറ്റവും വലിയ ശുശ്രൂഷ. ഏലിയാവ് ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ എന്താണെന്നറിയാമോ? ആഹാബിന്റെ മുമ്പിൽ, ഇസബേലിന്റെ മുമ്പിൽ അടിയറവ് പറയാതെ എന്റെ ദൈവമായ യഹോവയാണ് സത്യദൈവമെന്ന് ആ രാജ്യത്തൊന്ന് തെളിയിച്ചു കൊടുത്തതാണ് അവന്റെ ഏറ്റവും വലിയൊരു ശുശ്രൂഷ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, നമ്മൾ ചിലപ്പം വലിയ വലിയ ശുശ്രൂഷകളും കൃപാവരങ്ങളൊക്കെ ചോദിച്ച് മടുത്തവരായിരിക്കാം. എന്നാൽ ദൈവം നിന്നോട് ഇന്ന് പകലിൽ പറയുന്നു, നിന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ ഉണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ, സുവിശേഷ വേലയിലൂടെ നീ ചെയ്യേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷ എന്റെ ദൈവമാണ് സത്യദൈവമെന്ന് ജാതികളുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞ നീയാണ് ഏറ്റവും വലിയ ശുശ്രൂഷക്കാരി. ഹസ്തരാജകനാദികൾ പ്രൗഢമ രേഖം വൈഷമം ഭാരകത്തുരാദികൾ ശന്തൽ പ്രവണ. പ്രവചിക്കാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാ, ഇഷ്ടമാ, പ്രവചിക്കാൻ ഇഷ്ടമാ, രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ ഇഷ്ടമാ, പല അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ ഉപയോഗിക്കണേ, കൃപാവരങ്ങളെല്ലാം നിറയ്ക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ഞാൻ ആരെന്ന് നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ ഒന്ന് തെളിഞ്ഞാൽ ഞാൻ ഇന്ന് നിന്നിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. ഞാൻ അത് വിശ്വസിക്കുന്നു. നമ്മളായിരിക്കുന്ന മേഖലകളില്, നമ്മളാക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളില് എന്റെ ദൈവം ആരെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ ഭാഗ്യവതി ആരുമില്ലെന്ന് ദൈവം പറയും കേട്ടോ. അത് വിശ്വസിക്കണം. വലിയ വലിയ ശുശ്രൂഷകരൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. അവര് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. നമ്മളത് കണ്ട് വിഷമിക്കേണ്ട. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവമാരെന്ന് നിന്റെ ജീവിതത്തിലൂടെ ഒന്ന് തെളിയിച്ച് കാണിക്കുക. അത് നമ്മൾ ചെയ്യാതെ പോയാൽ നമ്മുടെ എന്ത് ശുശ്രൂഷ ചെയ്താലും ഒരു ഫലമില്ലാതെ പോകും കേട്ടോ. കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ എന്റെ സമയം പെട്ടെന്ന് പോട്ടെ. എന്റെ വിഷയത്തിലേക്ക് ഇതുവരെ വന്നില്ല ഞാൻ. അവിടെ വായിക്കുന്നത് ആഹാബ് തിന്നാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മല കയറിപ്പോയെന്നാ. അപ്പൊ ഏലിയാവ് എവിടാ പോയത്? ഭക്ഷണം കഴിക്കാനാണോ പോയത്? അല്ല, കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഒരു പ്രാർത്ഥന വായിച്ച് ഇങ്ങനെ കൂനിപ്പിടിച്ചൊക്കെ ഇരുന്ന ഒരു പ്രാർത്ഥന വായിച്ച് നമുക്ക് പറ്റുമോന്ന് അറിയത്തില്ല. അങ്ങനെ പറ്റുന്നുള്ള പോലെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത് കാണും. നമ്മുടെ ശാരീരിക ബലഹീനതകളൊക്കെ കാണും. മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോ എനിക്ക് വിഷമമുണ്ട്, അല്ലെങ്കിൽ മുട്ടുവേദനയാ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് കോപിക്കുകയൊന്നുമില്ല കേട്ടോ. ഈ മുട്ടുവേദന തന്നതും ദൈവമല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കി പ്രാർത്ഥിച്ചാൽ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി നടക്കും. ആഹാബിനോട് എന്താ പറയുന്നത് അറിയാമോ? വലിയ മഴയുടെ മുഴക്കമുണ്ട്, അതുകൊണ്ട് മഴ നിന്നെ തടുക്കാതിരിക്കാൻ രഥം പൂട്ടി ഓടിക്കോളാൻ പറഞ്ഞു. അവിടെ എവിടെയെങ്കിലും മഴയുടെ മുഴക്കം വന്നായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ വിശ്വാസ വീരനായ ഏലിയാവ് ആത്മാവിൽ ദർശിച്ചു, വലിയ മുഴക്കം വരാൻ പോവാ, വലിയൊരു മഴ വരാൻ പോവാ, അതിന്റെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആഹാബേ നീ പെട്ടെന്ന് പൊക്കോ. ആഹാബ് എവിടാ പോയത്? മലയിൽ പോയി തിന്നാൻ പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആഹാരം ഭക്ഷിപ്പാൻ പോയി എന്നെഴുതിയിരിക്കുന്നു. ആഹാബ് തന്റെ വഴിക്ക് പോയെന്ന് ഭക്ഷിപ്പാൻ. അപ്പം വലിയ മഴ വന്നാലും മഴ വന്നില്ലെങ്കിലും പുള്ളിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, കൊട്ടാരത്തിലല്ലേ. ഏലിയാവ് പറഞ്ഞ കാര്യം അതുപോലെ നടക്കാൻ വേണ്ടി ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളൊരു പ്രവചനം പറഞ്ഞു, അത് നടക്കണോ നടക്കണ്ടേ? ഞാനിപ്പോ നടക്കുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുക, നടന്നില്ല. അതിന്റെ കുറ്റം എനിക്കാ. കാരണം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ കേട്ടോ. ഞാൻ നിങ്ങളുടെ മേൽ ഒരു ആലോചന തെറ്റിയിട്ടിട്ട് അതിന് നടന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞാനാ.
ഞാൻ പ്രാർത്ഥിക്കണം. അല്ല നിങ്ങളങ്ങ് പ്രാർത്ഥിച്ച് സമർപ്പിച്ചോ, ഏറ്റെടുത്തോ, ഞാൻ പറയാനുള്ള പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല. ഏലിയാവ് പറഞ്ഞിട്ട് അത് നടക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥനയാ. വിശ്വാസത്താലാ പറഞ്ഞത്. വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന്. ഒരു ലക്ഷണവും കാണുന്നില്ല. അവൻ ബാല്യക്കാരനെ 6 പ്രാവശ്യം കടലിൽ പറഞ്ഞു വിട്ടു. അവിടെ വല്ലോം കണ്ടോ? ഇല്ല. 7-ാം പ്രാവശ്യം വായിക്കുന്ന 18ന്റെ 44 നിങ്ങൾ പിന്നെ വായിച്ചു നിങ്ങൾക്കറിയാം. കടലിൽ നിന്നും മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം. അത് ബാല്യക്കാരന്റെ ദൃഷ്ടിയാ. പക്ഷെ ഏലിയാവിന്റെ ദൃഷ്ടിയോ വലിയ മഴയുടെ മുഴക്കം. ഏലിയാവിന്റെ ദൃഷ്ടിയാണോ നമുക്ക് വേണ്ടത്? ഏലിയാവിന്റെ ദൃഷ്ടിയാണോ സോറി ബാല്യക്കാരന്റെ ദൃഷ്ടിയാണോ നമുക്ക് വേണ്ടത്? ഏലിയാവിന്റെ ദൃഷ്ടിയാണോ നമുക്ക്? ബാല്യക്കാരന്റെ ദൃഷ്ടിയിൽ എന്തോ ഉള്ളത്? ചെറിയൊരു കൈമേഘം. അത് കടലീന്ന് പൊങ്ങി വരുന്നേ ഉള്ളൂ. വലിയ വലിയ സാധ്യതയൊന്നുമില്ല. പക്ഷെ അതിനെ ഏലിയാവ് പറയുന്ന അങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഞാൻ കേൾക്കുന്ന വലിയൊരു മഴയുടെ മുഴക്കമാ. ഇന്ന് പകലിൽ നമ്മൾ പലപ്പോഴും പല രീതിയിലും പല വിഷയങ്ങളിലും ഭാരപ്പെട്ട് ഒരു മറുപടിയില്ലെന്ന് നീ ഭാരപ്പെടുന്നെങ്കില് ഇന്ന് പകലിൽ വിശ്വാസത്തോടെ നിന്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കട്ടെ. വലിയ മഴയാ വരാൻ പോകുന്ന കേട്ടോ. ചെറിയ കൈമേഘമായിരിക്കാം മറ്റുള്ളവര് കാണുന്നത്. പക്ഷെ എന്റെ ദൃഷ്ടിയിൽ എന്റെ ചെവിയിൽ ഞാൻ മുഴങ്ങി കേൾക്കുന്നത് വലിയൊരു മഴയുടെ മുഴക്കമാ. പല വിഷയങ്ങളിലും ഭാരപ്പെട്ട് ചില വിഷയങ്ങളിലൊക്കെ വിടുതലുകളില്ല. വിടുതലുകളിലെ ചെറിയ സൂചനകളൊക്കെ ചിലര് പറയും ചെറിയ ചെറിയ സൂചനകളൊക്കെ പറയുന്നതല്ലാതെ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആ സൂചനയെ നിങ്ങൾ വലിയ മഴയായിട്ടൊന്ന് കാണണം കേട്ടോ. ചെറിയ കൈമേഘം എന്ന് എല്ലാരും പറയും. ഓ ചെറിയ രീതിയിലൊക്കെ ആ ചെറിയ സൂചനകളൊക്കെ ഉണ്ട്. എപ്പം നടക്കുമെന്ന് അറിയത്തില്ല. 2025 നടക്കുവോ? 24 നടന്നില്ല. 25-ലെങ്കിലും നടക്കുവോ എന്തോ? അങ്ങനെ അല്ല. ചില ചെറിയ കൈമേഘങ്ങളായിരിക്കാം നിന്റെ മുമ്പിൽ നീ കാണുന്നത്. പക്ഷെ അത് വിശ്വാസത്തോടെ വലിയ മഴയായിട്ട് പ്രഖ്യാപിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ചില പ്രത്യേക വിഷയങ്ങളൊക്കെ വിടുതൽ അവിടെ വ്യാപരിക്കാനിടയായി. ഏലിയാവിന്റെ വിശ്വാസം അവിടെ ബാല്യക്കാരാ നീ 6 പ്രാവശ്യം പോയിട്ട് ഒന്നും കണ്ടില്ല. 7-ാം പ്രാവശ്യം നീ ചെറിയൊരു കൈമേഘമാ കണ്ടേ. പക്ഷേ എന്റെ ചെവി മുഴങ്ങുന്ന ഒരു വലിയ മഴയാ. ഈ ഖനവ ശിഖരധനഹ തുരകടകൾ ഖമനകശ്യസ്യാനവ പലവിധമായ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടിയായിട്ട് ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും നടക്കത്തില്ലെന്ന് നീ ഭാരപ്പെടണ്ട. അതൊരു വലിയൊരു ദൈവപ്രവൃത്തിയായിട്ട് നിന്റെ ജീവിതത്തിൽ അംഗീകരിച്ചെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവം. വലിയ മഴയുടെ മുഴക്കമാ ഞാൻ കേൾക്കുന്നത്. ചെറിയൊരു കൈമേഘമല്ല ഞാൻ കാണുന്നത്. അതിന്റെ മധ്യത്തിൽ വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കാണുകയാ. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ചില പ്രത്യേക വിഷയങ്ങൾ ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകലിൽ വ്യാപരിക്കുക. അസാധ്യമെന്ന് തള്ളിക്കളഞ്ഞ ചില വിഷയങ്ങളിൽ ഇനി നടക്കുമോ എന്ന് ഭാരപ്പെടുന്ന ചില പ്രത്യേക വിഷയങ്ങളിൽ ദൈവത്തിന്റെ വലിയ മുഴക്കം അവിടെ വ്യാപരിക്കുക. അന്ധകാര ശക്തികൾ വെട്ടിമാറി ചില നന്മകൾ നിന്റെ കുടുംബത്തിലേക്ക് വരുമെന്ന് ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുക. അതരഘടകൾ ഖമനകൾ ശാന്തൽ പ്രൗഢമാനഘടകസ്യ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന ദൈവദാസിദാസന്മാർ അവരുടെ മുമ്പോട്ടുള്ള ഗമനത്തിന് വേണ്ടി വഴികൾ തുറന്നു കിട്ടാതെ ചെറിയൊരു സൂചനകളെ ഉള്ളൂ, ഒരു കാര്യമൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ഇന്ന് പകലിൽ ഏലിയാവിനെ പോലെ ഒരു വിശ്വാസത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ വ്യാപരിച്ച് ചെറിയ കൈമേഘമല്ല, അത് വലിയ മഴയുടെ മുഴക്കമായി നിന്റെ കുടുംബത്തിൽ ശുശ്രൂഷയിൽ അത് വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് ഈ വചനത്തിലൂടെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക. ഞാൻ വിശ്വാസത്തോടെ അത് പറയുന്നു. നിങ്ങൾ അത് ഏറ്റെടുക്കൂ. ദൈവം വലിയ അത്ഭുതങ്ങൾ അങ്ങ് പ്രവർത്തിക്കുക. അവിടെ വായിക്കുന്നത് അവന്റെ വിശ്വാസം പോലെ ഫലിച്ചു. ക്ഷണത്തിൽ ആകാശം കറുത്തു, വൻമഴ പെയ്തു. ആകാബിനെ തടുക്കാതിരിക്കാൻ ആവാഹ് രഥം കയറി ഓടിപ്പോയി. പക്ഷെ ഏലിയാവ് കർത്താവ് കൊടുത്ത ബലം കൊണ്ട് ആഹാബിന് മുമ്പേ ഓടിപ്പോയി. ഇതാ ശുശ്രൂഷ കേട്ടോ. ദേശത്തിലെ വ്യക്തികൾ എങ്ങനെയോ ഓടിക്കൊള്ളട്ടെ, അവര് രഥത്തിലാ. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് നീ ഭാരപ്പെടണ്ട. അവന്റെ മധ്യത്തിൽ നിനക്ക് രഥം കയറി ഓടാനല്ല, ദൈവത്തിന്റെ ബലം കൊണ്ട് ആഹാബിന് മുമ്പേ ഓടാനുള്ള ഒരു ദൈവശക്തി അവിടെ വ്യാപരിക്കുക. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന മുറികളിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ നിങ്ങൾ മറക്കണ്ട. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ വ്യാപരിക്കുക. ആഹാബ് എങ്ങനെയോ പോയിക്കൊള്ളട്ടെ. ആഹാബിന് രഥമുണ്ടെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. അവന്റെ മുമ്പേ ഓടാനുള്ള ഒരു ദൈവശക്തി സ്വർഗത്തിൽ നിന്ന് നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുക. ദൈവം നിന്റെ ആര ഇന്ന് പകലിൽ മുറുക്കുക. നിന്റെ ശരീരവും മനസ്സൊന്ന് ബലപ്പെടുക. നീ മുമ്പേ ഓടാനിടയായിത്തീരും, മുമ്പേ ഓടാനിടയായിത്തീരും, മുമ്പേ ഓടാൻ. ഫാസിംഗ് ഒക്കെ എടുക്കുന്ന ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഫാസിംഗ് ഒക്കെ എടുക്കുമ്പോൾ പറയോ അവരൊക്കെ 3 നേരം ഭക്ഷിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കുമ്പോൾ ഞാൻ വാടിക്കൊഴിഞ്ഞ് അങ്ങനെയൊന്നും അല്ല. ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു 3 നേരം ആഹാരം കഴിച്ചിരിക്കുന്നവരെക്കാളും ഭയങ്കര ശക്തിയും ബലവാ, അല്ലേ? അവർക്ക് 3 നേരം ആഹാരം കഴിച്ചുകൊണ്ട് സഭയിൽ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുമ്പോൾ ആരാധിക്കാൻ വരുമ്പോൾ കൈയടിക്കാൻ വയ്യ, പാടാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ. 3 നേരം കഴിക്കാതെ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തോണ്ട് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കും, ദൈവശക്തി
നമ്മുടെ ഉപവാസത്തിൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങുവാണെങ്കിൽ അങ്ങനാ സംഭവിക്കുന്നത് കേട്ടോ. ആഹാബിന് രഥമുണ്ട്, അവൻ മഴ തടുക്കാതിരിക്കാൻ അവൻ ഓടിപ്പോട്ടെ. പക്ഷേ നിന്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുന്നതുകൊണ്ട് മഴ തടുക്കാതെ നിനക്ക് ഓടിപ്പോകാനുള്ള ഒരു ദൈവകൃപ നിന്റെ മേൽ അത് വ്യാപരിക്കുക. ആഹാബിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. അത് വെളിപ്പെടുത്തിയിട്ട് ചില പ്രത്യേക ശുശ്രൂഷകൾ അവനെ കൊണ്ട് ചെയ്യിച്ചപ്പം അവിടെ ശത്രു തല പൊക്കാനിടയായി. ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരിക. ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ വെട്ടിക്കൊന്നെന്ന് ഏലിയാവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇസബേൽ അറിഞ്ഞപ്പം അവളൊരു ദൂതനെ അയച്ചിട്ട് പറയാ, നാളെ ഈ നേരത്തെ, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കേട്ടോ, നാളെ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നൊരു ദിവസം കൂടെ എനിക്ക് വേണമെന്നാ ഇസബേൽ പറയുന്നത്. ഇന്നൊരു ദിവസം കൂടെ കൊടുത്തേക്കുക, നാളെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇസബേലിന് ചെയ്യാൻ പറ്റും. ഇന്നെന്നുള്ള ഒരു സംഗതി ഇസബേലിന് ഇല്ല. നാബോത്തിനെ ഉപവാസത്തിന് ഇരിക്കുമ്പോഴും പറഞ്ഞ് നാളെ ഉപവാസം പ്രസ്താവിച്ച് അവിടെ കൊണ്ടിരുത്തണം. ഞാൻ അത് അന്ന് പറഞ്ഞുകൊണ്ട് വിടുക. ഇസബേലിന്റെ വിഷയം, ഏലിയാവ് ചെയ്ത കാര്യം ഇന്ന് യഹോവ തന്നെ ദൈവം വന്ന് ഞാൻ തെളിയിച്ചു. പക്ഷെ ശത്രുവായ ഇസബേലിന്റെ ലക്ഷ്യം നാളെ. അത് നിങ്ങൾ ഓർത്തോണം. ഇസബേലിനൊരു ഗ്യാപ്പ് ഉണ്ട് എപ്പോഴും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം ആയതുകൊണ്ട് ഇപ്പം പ്രവർത്തിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്. പക്ഷെ ഇസബേലിന് തട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി ആളെയൊക്കെ ഒരുക്കണ്ടേ. നേരിട്ട് ഒന്നും അവൾ ചെയ്യത്തില്ല. അതുകൊണ്ട് ആളെയൊക്കെ വിട്ട് ചെയ്യിച്ച് ഇതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് ആൾക്കാരെ വിട്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ട് നാളെ സമയം കണ്ടിരിക്കുന്നു. നാളെ എന്നിട്ട് ഭീഷണിപ്പെടുത്തുക. നാളെ ഈ നേരത്ത് ചെയ്യാനുള്ളവളാണെങ്കിൽ അന്നേരം ചെയ്തേനെ. പക്ഷെ അവൾ ഭീഷണിപ്പെടുത്തുക. ഏറ്റവും വലിയ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ദൈവമക്കളെയും ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, കത്തെഴുതുക, ഊമക്കത്തെഴുതുക, ഇതൊക്കെയാ. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ ചിന്തിച്ചോണം അവിടെ ഇസബേലിന്റെ ഒരു പ്രവൃത്തി വ്യാപരിക്കുന്നു. വെട്ടിക്കോണം. ഇസബേല് ആളെ അയച്ചിട്ട് പറയാം, നാളെ ഈ നേരത്ത് നീ എന്റെ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ അവരിലുള്ള ഒരു തല പോലെ നിന്റെ തലയെ ഞാൻ ആക്കുമെന്ന്. അത് കേട്ടപ്പം ഇത്രയും വൻ കാര്യങ്ങൾ ചെയ്ത നമ്മളായാലും ക്ഷീണിച്ചു പോകുന്ന പോലെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അങ്ങനെ പുള്ളി ക്ഷീണിച്ചു. അദ്ദേഹം ചൂരച്ചെടിയിൽ ചെന്ന്, ചൂരച്ചെടിയിലാകുമ്പോ ഇസബേൽ ആരെ അയക്കത്തില്ലല്ലോ, അവിടെ ചെന്ന് ഉറങ്ങി മയങ്ങി അതിനകത്ത് കയറിയിരിക്കുക, ചൂരച്ചെടലിൽ ഇരിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, ഇസബേലിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഇസബേലിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു. ഒന്ന്, അവൾ ബാലിനെ സേവിക്കുന്നവളാണ്, ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊല്ലുന്നവളാണ്, ദോഷം ചെയ്യാൻ വേണ്ടി ആഹാവിനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കള്ളം പറയാൻ വേണ്ടി എല്ലാ രീതിയിലും. നിങ്ങൾ വെളിപ്പാട് 2:20 നോക്കണം. അവിടെ ഇസബേലിന്റെ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. അതും കൂടെ വായിക്കാതെ പോയാൽ എന്റെ പ്രസംഗം അധൂര ആവുമല്ലോ, ഞാൻ പറയാതെ കൊണ്ട്. 2:20 അവിടെ വായിക്കുന്നത്, താൻ പ്രവാചകി എന്ന് പറഞ്ഞു നടക്കുന്നു. പ്രവാചകി, ഞാൻ പ്രവാചകി കേട്ടോ, ഞാൻ പറഞ്ഞ അതുപോലെ നടക്കും കേട്ടോ. ചിലർ പറഞ്ഞു സൂക്ഷിച്ചോണം എൻ്റെ വർത്താനം പറയുന്നത്, സൂക്ഷിച്ചു വേണം, ഞാൻ വല്ലതൊക്കെ പറഞ്ഞ അതുപോലെ നടക്കും കേട്ടോ. അങ്ങനെയൊക്കെ പറയാനൊന്നും ഒരു പ്രവാചകിമാർക്കും കർത്താവ് അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വാക്ക് ആരുടെയെങ്കിലും വായിന്ന് വന്നെങ്കിൽ അവിടെ നിങ്ങൾ വെട്ടിക്കോണം. ഇസബേല് വ്യാപരിക്കുക. അവിടെ പറയാം, ഞാൻ പ്രവാചക കേട്ടോ, ഞാൻ അത് ചെയ്യും കേട്ടോ, ഇത് ചെയ്യും കേട്ടോ, ഞാൻ പറഞ്ഞു അങ്ങനെ നടക്കും കേട്ടോ. ദൈവത്തിനെ അങ്ങ് ആരാണ്ട് പറഞ്ഞൊരു ടേക്ക് എടുത്തേക്കോ, ഇങ്ങനെ ദൈവത്തിനെ ഇങ്ങനെ പോക്കറ്റിൽ കൊണ്ട് നടക്കും അവള്. അവള് പറയും താൻ പ്രവാചകി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുർനടപ്പ് ആചരിക്കാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും ചെയ്യും, തെറ്റിച്ചു. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഇന്ന് നിങ്ങളൊക്കെ കാണുന്നത് ഈ യൂട്യൂബിലൊക്കെ ദൈവദാസന്മാരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ നോക്കിയിരിക്കുക. ചിലപ്പോൾ ശരിയായിരിക്കാൻ പറയുന്ന കാര്യങ്ങൾ. നമുക്കതിലൊന്നും, നമ്മള് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അതേ നമുക്ക് ചെയ്യാനുള്ള ഈ അന്ത്യകാലത്ത്. പക്ഷേ അങ്ങനെ ദൈവദാസന്മാരെ ദൈവദാസിമാരെയും തെറ്റിച്ച് കളയുന്ന ഒരു പൈശാചിക വ്യാപാരം ഇന്ന് ലോകത്തിൽ ധാരാളമായിട്ട് വ്യാപരിക്കും. അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതാണ് ഇസബേലിന്റെ ശക്തി. അവിടെ വായിക്കുന്നത്, ദൈവദാസന്മാരെ ഉപദേശിക്കുകയും ചെയ്യും. ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉപദേശമാണ്, ഭയങ്കര പ്രവചനമാണ്. പക്ഷെ തെറ്റിച്ച് കളയും. ഈ തെറ്റിച്ച് കളയുന്ന കാര്യം ലോകത്ത് പലർക്കും അറിയാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ആരും അറിയാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വലിയ മിടുക്കി. ആരാണ്ട് പറഞ്ഞാൽ ബഹുമിടുക്കി, സാമർത്ഥ്യക്കാരി എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? ഇസബേലിനുണ്ട്. വലിയ സാമർത്ഥ്യക്കാരിയാ. അവൾക്ക് ദൈവദാസന്മാരെ തെറ്റിച്ച് കളയാനും അറിയാം, പുറത്തറിയാതെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടാൻ അറിയാം. ഒരു ഏകദേശം അങ്ങറ്റം ദൈവദാസിദാസന്മാർ അങ്ങ് നാറുന്ന ഒരു പരുവാമല്ലോ, അന്നേരം അടുത്ത് പുറത്ത് തട്ടുകയും ചെയ്യും. ഇതാണ് ഇസബേലിന്റെ പരിപാടി. അതാണ് ഇപ്പൊ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. നമുക്ക് അവരെ ഒന്നും തെറ്റ് പറയാനൊന്നും പോകണ്ട. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. കർത്താവേ, ഈ പൈശാചിക ശക്തിയെ ഞാൻ വെട്ടാൻ എനിക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ടെന്ന് പറയണം. ഏലിയാവിന്റെ ജീവിതത്തെ എനിക്ക് തോന്നുന്നു, ഏലിയാവിന്റെ ജീവിതത്തെ തെറ്റിച്ച് കളയാനുള്ള എല്ലാ ഉപദേശവും ഇസബേൽ കൊടുത്തു. അവനെ വഴിതെറ്റിക്കാനുള്ള എല്ലാ
കാര്യങ്ങളും ചെയ്തു. പക്ഷെ അവൻ അതിന് വഴിപെടാത്തത് കൊണ്ട് അവന്റെ ജീവനെ എടുത്തു കളയുവാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്തു. ഇന്ന് പകലിൽ ഈ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, നമ്മുടെ ജീവിതത്തെ തെറ്റിച്ചു കളഞ്ഞ് ഉപദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കപ്പെടാൻ ഇസബേൽ സകല തന്ത്രങ്ങളും പ്രയോഗിക്കുമ്പം നമ്മൾ അതിന് വഴിപ്പെടാതെ വിശുദ്ധിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോ പിശാചിന് വാശി കയറി ഒരു പ്ലാൻ ചെയ്യും, നമ്മെ ലോകത്തിൽ നിന്ന് തട്ടിക്കളയാൻ. ഏലിയാവിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ അവൾ സകല തന്ത്രങ്ങളും പ്രയോഗിച്ചു കാണും. ഏലിയാവ് ദൈവം തന്നെയെന്ന് എന്റെ ദൈവത്തെ തെളിയിക്കാൻ ശ്രമിച്ചപ്പം അതിനെ തകർക്കാൻ വേണ്ടി സകല പദ്ധതികളും ഇസബേൽ ചെയ്തു. എന്നാൽ ഏലിയാവ് അതിന്മേലൊക്കെ ജയം പ്രാപിച്ചു മുന്നോട്ട് പോയപ്പം പിശാചിന് മനസ്സിലായി, ഇസബേലിന് മനസ്സിലായി, ഇനി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഇവനെ നാളെ ഞാൻ കൊല്ലും. എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുക. ഈ വചനം എനിക്കിന്ന് പൂർത്തീകരിക്കണമല്ലോ. ദൈവത്തിന്റെ കരങ്ങൾ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇന്ന് പകലിൽ വ്യാപരിക്കുമ്പം നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന ഇസബേലിയ മണ്ഡലങ്ങൾ ആദ്യം നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പാടുപെടും. എന്നാൽ നമ്മൾ അതിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പം, വിശുദ്ധി തന്നെ ഇവൾ നിൽക്കുന്നു, വിശുദ്ധ ജീവിതത്തിൽ തന്നെ ഇവൾ ഊന്നി നിൽക്കുന്നു എന്ന് കാണുമ്പോ നമ്മുടെ ജീവനോടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്താൻ, നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്താൻ സകല പ്ലാനും ചെയ്യും. അതാണ് ഇസബേലിന്റെ തന്ത്രം. ഇന്ന് പകലിൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, നമ്മുടെ ആയുസിനെതിരെ പോരാടുന്ന ദുഷ്ടമണ്ഡലങ്ങൾ, നമുക്ക് സമയം തികയുന്നതിന് മുമ്പേ നമ്മെ എടുത്തു കളയാൻ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, വഴിയിൽ വെച്ച് നമ്മെ ആക്സിഡന്റിൽ കൂടെ രോഗബന്ധനങ്ങൾ നമ്മൾക്ക് കുടുക്കി അസാധാരണമായ നിലകളിൽ ലോകത്തിൽ കഷ്ടപ്പെടുത്തി നമ്മെ ലോകത്തിൽ നിന്ന് നമ്മുടെ സമയം തികയുന്നതിന് മുമ്പേ മാറ്റപ്പെടുത്താനുള്ള ശത്രുവിന്റെ സകല ആലോചനകൾ ഇന്നു പകലിൽ അബദ്ധമാകേണ്ടതിന് നമുക്കൊരു നിമിഷം ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവം ഏലിയാവിനെ കൈവിട്ടിട്ടില്ല. ഇസബേലിന്റെ തന്ത്രം എന്ന് പറയുന്ന ഒന്ന് ക്ഷീണിപ്പിക്കുക, രണ്ടാമത് ഭയപ്പെടുത്തുക, പ്രതികൂലത്തിന്റെ നടുവില് മരിക്കാൻ ഇച്ഛിക്കുക. എന്തെങ്കിലുമൊക്കെ കഷ്ടം വരുമോ നമ്മളൊക്കെ പറയത്തില്ല, അങ്ങ് ചത്താ മതിയായിരുന്നു. ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പിശാചിന്റെ വലിയൊരു തന്ത്രം കേട്ടോ. ചിലരൊക്കെ പ്രാർത്ഥന എന്നെ അങ്ങ് എടുത്തോണേ, എനിക്കിവിടെ നിൽക്കാൻ വയ്യേ, എനിക്കിവിടെ ഇരിക്കാൻ വയ്യേ, എനിക്കിന്ന് സഹിക്കാൻ വയ്യേ. ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനും ദൈവസന്നിധി തന്നെ സമർപ്പിക്കുന്നു. മരിക്കാൻ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവേ, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് അങ്ങ് എടുത്തോണേ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. വയ്യാതൊക്കെ ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുത്തല്ലേ, അങ്ങ് എടുക്കാൻ സമയമെങ്കിൽ എടുത്തോണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമെങ്കിലെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, സമയമാവുന്നതിന് മുമ്പേ അല്ല. ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ചില ഏലിയാവിനോട് പറയാ, നീ ഇങ്ങനെ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണ്ട, മരണം കാത്തു നീ കിടക്കണ്ട, നിനക്ക് ചില ദൂരയാത്രകൾ ചെയ്യാനുണ്ട്, ചിലരെ അഭിഷേകം ചെയ്യാനുള്ള ചില ശുശ്രൂഷകൾ നിന്നിലൂടെ വെളിപ്പെടാനുണ്ട്. ദൈവം അവനെ കൈവിട്ടില്ല. അവനൊരു ഡിപ്രഷൻ ഉണ്ടായി. ഞാൻ മറ്റു പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്നൊരു കോംപ്ലക്സ് അവന് വന്നു. അതെന്തോ കോംപ്ലക്സ് ആണെന്നറിയാമോ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടിടുന്ന പൈശാചിക മണ്ഡലം. ഇന്ന് പകലിൽ നമ്മൾ അത് ജയിക്കണം. നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മളെ മരിക്കാൻ ആഗ്രഹിപ്പിക്കുന്ന, മരിക്കുന്നതിന് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുന്ന, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടിട്ടിട്ട് നമുക്കൊന്നും കഴിവില്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല, ഞാനിവിടെ കിടന്ന് ചാവത്തേയുള്ളൂ, ഇസബേൽ എന്നെ കൊല്ലത്തേയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തകൾ കൊണ്ടിടുന്ന ഒരു പൈശാചിക മണ്ഡലം വ്യാപരിക്കുന്നു. ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് പുറത്തു പോകണം. ഇന്ന് ലോകത്തിൽ അനേക ദൈവദാസന്മാരെ തെറ്റിച്ചു കളയുവാൻ ഇസബേൽ തന്റെ തന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചു കൊണ്ടിരിക്കുക. ദൈവദാസിമാരെ തെറ്റിച്ചു കളയാൻ, ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയിൽ നിന്ന് എടുത്തു കളയുവാൻ, പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാൻ, പ്രവാചകന്മാരെ കൊന്നുകളയുവാൻ, അഭിഷിക്തരെ നഷ്ടപ്പെടുത്തി കളയാൻ സകലവിധ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ട് നടക്കാതെ വരുമ്പോ അവരുടെ ജീവന് വേണ്ടി വാദിക്കുന്ന പൈശാചിക മണ്ഡലം വ്യാപരിക്കുന്നത് നമുക്ക് മറന്നു പോകരുത്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞൊന്നും പറയരുത്. ദൈവാത്മാവ് തന്ന ആലോചനയാ. അങ്ങനെ ഒരു ഇസബേലിന്റെ തന്ത്രം വ്യാപരിക്കുമ്പോ ഇന്ന് പകലിൽ ആത്മാവിലെ ഇസബേലിനെ വെട്ടാൻ നീ ഒന്ന് തയ്യാറായ നിന്റെ മേൽ വലിയൊരു ശുശ്രൂഷ വ്യാപരിക്കോ. ഏലിയാവേ, നിന്റെ ജീവിതത്തിൽ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇസബേലിന്റെ ശക്തിയെ നീ ജയിച്ചാലുണ്ടല്ലോ, ഞാൻ നിനക്ക് ആഹാരവും വെള്ളമൊക്കെ തരാം, നീ നടന്നോ. ഞാൻ തന്ന ആഹാരം കൊണ്ട് നീ നടന്നോ, ഹോരേബോളം നീ നടക്ക്. 40 ദിവസവും 40 പകലും രാവും അവൻ നടന്നിട്ട് ഹോരേബോളം ചെന്നപ്പം അവന്റെ ചെവിയിൽ ഒരു മുഴക്കം കേട്ടു. എന്താണെന്നറിയാമോ? നാളെ ഈ നേരത്ത് എന്നെ കൊന്നുകളയെന്ന് പറയുന്ന ഇസബേൽ എന്നെ പിന്തുടരും. പിന്നെ അവൻ ഗുഹയ്ക്കകത്ത് കയറിയിരുന്നെന്നാണ് അവിടെ വായിക്കുന്നത്. നമ്മളും പലപ്പോഴും അങ്ങനെ പിശാചിന്റെ ഭീഷണിയുടെ മുമ്പിൽ തളർന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, പിന്നെയും മുമ്പോട്ട് പോകും. പിന്നെയും ആ പിശാചിന്റെ ആ മുഴക്കമുണ്ടല്ലോ, എക്കോ, പിശാചിന്റെ തന്ത്രവാ കേട്ടോ, അത് ഭയങ്കര തന്ത്രവാ. അവന്റെ ഭീഷണി
അത് എക്കോയായിട്ട് വന്നു. പിന്നെ അവൻ ഗുഹയ്ക്കകത്ത് കയറിയിരുന്നെന്ന്. അപ്പൊ കർത്താവ് ചോദിച്ചു, ഏലിയാവേ, നീ ഗുഹയ്ക്കകത്ത് നിനക്ക് എന്താ കാര്യം? ഗുഹയ്ക്കകത്ത് നിനക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അവൻ ഗുഹയുടെ മധ്യത്തിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് പകൽ ദൈവം നമ്മെ ചില ഗുഹയ്ക്കകത്ത് അടച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വിചാരിക്കും ഇന്ന ഇന്ന പേരൊക്കെ വിളിച്ച് ഒത്തിരി പേരുകളൊക്കെ കാണുന്നുണ്ട്. ഭവാൻഡി, പ്രീത, സുവിത, ഭോപാഡന്നി, സിമ്മി ജോസ്, ഷൈനി ആന്റി, ഷൈനി സിസ്റ്റർ, ആശ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുകളുണ്ട്. ഇവരെയൊക്കെ ഓരോ വ്യക്തിപരമായിട്ട് പേര് വിളിച്ച് പ്രവചിക്കണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഇന്ന് പകൽ ചില പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മിലുള്ളത്, നമ്മളിൽ എല്ലാവരിലും അത് വ്യാപരിച്ചു വരുമല്ലോ. നമ്മളെല്ലാവരും ഒന്ന് വിടുതൽ പ്രാപിക്കുക. ആരുടെയും പേര് വിളിച്ചില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ദൈവം എനിക്കൊരു അവസരം തന്നാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഒന്ന് മൊത്തം പ്രവചനമായിരിക്കും പറയുന്നത് കേട്ടോ. വിശ്വാസത്തോടെ ഞാനങ്ങ് പറയുക. എല്ലാരെ കുറിച്ചും ഞാനങ്ങ് പ്രവചിക്കും. എനിക്ക് ഇഷ്ടമാണ് പ്രവചിക്കാൻ. പക്ഷെ ദൈവം തന്നാലേ പറയൂ, അല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. കർത്താവ് തരാത്തതൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വ്യക്തിപരമായി ആർക്കും ദൈവാലോചന പറഞ്ഞില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. എന്താ വേവാൻറ്റി ഒരു പ്രവാചകിയെ കൊണ്ടുവന്നിട്ട് കുറെ വചനവും പറഞ്ഞിട്ട് അങ്ങ് പോയി എന്ന് പറയാൻ ഇടവരരുത്. നിങ്ങളോടെല്ലാം ദൈവാത്മാവ് സംസാരിക്കുക. നമുക്കെതിരെയൊക്കെ നിൽക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ ജയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടത്തില്ലേ? ഇന്ന് പകൽ ദൈവസേനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഒരു കാലത്ത് പ്രാർത്ഥനാ വീരനായിരുന്നവൻ, പ്രാർത്ഥനയിൽ പ്രവചന ശബ്ദം പുറപ്പെടുവിച്ചവൻ, വിശ്വാസ പ്രഖ്യാപനം നടത്തിയവൻ, മാളിക മുറിയിൽ ഉയർപ്പിന്റെ ശുശ്രൂഷ ചെയ്തവൻ, ആഹാവിന്റെ മുമ്പിൽ ശക്തമായി ദൈവാലോചന അറിയിച്ചവൻ, പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ചവൻ, ഒറ്റയ്ക്ക് നിന്ന് ദൈവമാരെന്ന് തെളിയിച്ചവൻ, ഹാലേലൂയ, ബാലിന്റെ പ്രവാചകന്മാരെല്ലാം വെട്ടിക്കളഞ്ഞവൻ. ഇപ്പോഴത്തെ അവസ്ഥ ഇസബേലിന്റെ ഭീഷണിയുടെ മുമ്പിൽ, ചൂരച്ചെടിയുടെ നടുവിൽ മരിക്കാൻ ആഗ്രഹിച്ച് അവന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവന്റെ ഭയം, അവന്റെ ക്ഷീണം, ശുശ്രൂഷ ഇനി എനിക്കില്ല, എന്റെ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു ഹൃദയത്തിന്റെ അനുഭവത്തില് അവനായി തീർന്നപ്പം ദൈവം പറഞ്ഞു, നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്ക് ഞാൻ ആഹാരം തരാം, നീ എഴുന്നേറ്റ് നടക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ബലപ്പെട്ട് അവൻ 40 രാവും 40 പകലും ഹോരേബോളം നടന്നു ചെന്നപ്പം പിന്നെ ഇസബേലിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിയിട്ട് അവൻ ഗുഹയ്ക്കകത്ത് കയറി അഭയം പ്രാപിക്കാനിടയായി. ദൈവം പറയുന്നു, നിനക്ക് ഇതിനകത്ത് എന്താ കാര്യം? ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ശക്തമായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തവർ ഇന്ന് ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട അനുഭവത്തില്, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ചില വേർപാടുകളുടെ നടുവിൽ, ചില നഷ്ടങ്ങളുടെ നടുവിൽ ഗുഹയ്ക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെ ചില ശുശ്രൂഷകളിലേക്ക് എടുത്തറിയപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ഇതിനകത്ത് സുശീല ജയ്സൺ എന്നൊരു പേര് ഞാൻ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവ്, ദൈവദാസി ശക്തമായിട്ട് നിന്നോട് പറയുക, ഇന്ന് നീ ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുക. ഞാൻ നിന്റെ പേര് വിളിക്കാൻ ആഗ്രഹിച്ചതല്ല. ദൈവാത്മാവ് പറയുന്നു, ഇന്ന് നീ ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ അടയ്ക്കപ്പെട്ടിരിക്കുക. ഒരു കാലത്ത് ഏലിയാവിനെ പോലെ ശക്തമായി നിന്ന് ദൈവത്തിന്റെ വേല ചെയ്തതാ. പക്ഷെ ഇന്ന് പകൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ, ഇസബേലിന്റെ പോരുകളുടെ നടുവിൽ മനം മടുത്ത് നീ ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഈ ഗുഹയ്ക്കകത്ത് നിനക്ക് എന്താ കാര്യം? നീ പുറത്തു വാ, ഞാൻ നിന്നെ എന്റെ ശബ്ദം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവിനെ ചില കാറ്റ് അടുപ്പിച്ചു. കാറ്റിൽ യഹോവയില്ലായിരുന്നു. ഭൂകമ്പം വന്നു, അവിടെ യഹോവയില്ലായിരുന്നു. പിന്നെ ഒരു മൃദു ശബ്ദം കേട്ടെന്ന് അപ്പം ഏലിയാവ് പുറത്തു വന്നു. ദൈവ സാന്നിധ്യം അവൻ മനസ്സിലാക്കി. ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തു വന്നപ്പം അവരോട് പറയാ, ഇനി നിനക്കൊരു വലിയ ശുശ്രൂഷ ചെയ്താനുണ്ട്. നിനക്ക് പകരമുള്ള പ്രവാചകനെ നീ അഭിഷേകം ചെയ്യണം. നിന്നെ ഭീഷണിപ്പെടുത്തിയ ഇസബേലിനെ കൊല്ലാനുള്ള യേഹൂവിനെ നീ അഭിഷേകം ചെയ്യണം. അവിടെയാണ് എന്റെ പ്രസംഗത്തിന്റെ ലാസ്റ്റ് പോയിന്റ്. 2-3 മിനിറ്റുകൾക്കകം ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. അതിനു മുമ്പേ ഇസബേലിനെ കുറിച്ച് ദൈവാത്മാവിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് ഇസബേലിന്റെ ശവശരീരം നായ്ക്കൾ തിന്നുകളയും, ആകാശത്തിലെ പക്ഷികൾ അത് തിന്നുകളയും. ഇസ്രായേലിന്റെ മതിൽ എവിടെയാ? പ്രാർത്ഥനയാകുന്ന മതിൽ, ആരാധനയാകുന്ന മതിൽ, വിശുദ്ധ ജീവിതമാകുന്ന മതിൽ. ഇന്ന് പകൽ നീ ചില മതിലുകളെ കെട്ടിപ്പൊക്കി അതിന്റെ നടുവിൽ ചെന്ന് ഇസബേലിനെ തകർത്ത് കളയാനുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഒരു വ്യക്തിയോടല്ല, എല്ലാവരോടും ദൈവാത്മാവ് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിനെതിരെ വ്യാപരിക്കുന്ന, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ ഒറ്റപ്പെടുത്തുന്ന
ദൈവത്തിന്റെ ശക്തി പോലും നമ്മുടെ ഉള്ളിൽ ഇല്ലെന്ന് മനസ്സിലാക്കത്തക്ക നിലകളിലുള്ള അവസ്ഥകളിൽ നമ്മളെ കൊണ്ടിടുന്ന ആ പൈശാചിക മണ്ഡലത്തെ മതിലരികെ വെച്ച് കൊന്നുകളയാൻ ഇന്ന് പകൽ അഭിഷേകം വ്യാപരിക്കുക. ശക്തമായ യേഹുവിന്റെ അഭിഷേകം ഇന്ന് പകൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. യേഹു അവളെ കൊല്ലാൻ വന്നപ്പോഴും അവനെ വശീകരിക്കാൻ വേണ്ടി കിളിവാതിൽ കൂടെ കരിമഷിയൊക്കെ എഴുതി നോക്കിയെന്ന് അവിടെ. ഞാൻ ആ ഭാവമൊക്കെ പറയണമെന്നുണ്ട് കേട്ടോ, ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകട്ടെ. പക്ഷേ ആ വശീകരണത്തിന്റെ മുമ്പിൽ യേഹു പരാജയപ്പെട്ടില്ല. യേഹുവിന് ഒരു അഭിഷേകം ഉണ്ടായിരുന്നു, ഇസബേലിനെ കൊന്നുകളയുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മേൽ ദൈവം ഒരു അഭിഷേകം തന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മനസ്സിലാക്കി അതിനു മാത്രമേ ഈ അഭിഷേകം ഉപയോഗിക്കാവൂ കേട്ടോ. അഭിഷേകവും വെച്ചും കൊണ്ട് പലതൊക്കെ ചെയ്യാന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. ഓ റീമാന ഹത്തുരാജകനസ്യാനവ. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി, നിങ്ങൾ എത്ര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. എന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇസബേലിന്റെ വ്യാപാര ശക്തികളെ പരിശുദ്ധാത്മാവിന്റെ അധികാരത്താൽ ഞാൻ ഇന്ന് തകർക്കുകയാ. വേദരഭൗഷമനാദരഹസ്തം വൈതൽ പ്രൗഢ. ശുശ്രൂഷക മണ്ഡലത്തിൽ നിന്ന് നിന്നെ എടുത്തെറിഞ്ഞു കളയുക. പലപ്പോഴും ശാരീരികമായി ബലഹീനതയിട്ട് ആത്മാവിന്റെ ക്ഷീണം നിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഭാരങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവന്ന ഹേബാന്റെ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാൻ ശത്രുവായൻ പലവട്ടം പദ്ധതി ചെയ്തതാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ അതിജീവിച്ച് നീ ഇതുവരെ മുന്നോട്ട് വന്നെങ്കിൽ ചില പ്രത്യേക ശുശ്രൂഷകൾ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ നിന്നിലൂടെ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് പറയുക. ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടും. ചിലരെയൊക്കെ പ്രാർത്ഥനയാൽ അഭിഷേകം ചെയ്യുന്ന ചില ശുശ്രൂഷകൾ വെളിപ്പെടും. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് നീ പറയണ്ട. ഇന്ന് പോലെ വലിയൊരു അഭിഷേകം നിന്റെ മാളിക മുറിയിൽ വ്യാപരിക്കുക. ചില തകർന്നതിനെ, ചില ഇടിഞ്ഞു കളഞ്ഞതിനെയൊക്കെ പണിതെടുക്കാനുള്ള ചില ശുശ്രൂഷകൾ വ്യാപരിക്കുക. ഇന്ന് പകൽ അല്പസമയം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇസബേലിനെതിരെ നമുക്ക് ആത്മാവിൽ മുന്തിരിത്തോട്ടത്തെ നഷ്ടമാക്കി അതിനെ ചീരത്തോട്ടമാക്കി കളയാൻ, നാബോത്തിനെ കൊന്നുകളയാൻ ഒക്കെ പദ്ധതികൾ ചെയ്തു. അതിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ പ്രാപിച്ചു വന്നവരാ. ഇന്നു പകൽ നമ്മളിലുള്ള ശുശ്രൂഷകളെ കണ്ട്, മുന്നോട്ടുള്ള നമ്മുടെ ഗമനങ്ങളെ കണ്ട്, ഇസബേലിന്റെ അധികാരത്തിലിരിക്കുന്ന ജനങ്ങളെ വിടുവിച്ച് പുറത്തുകൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുമെന്ന് കണ്ട് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളയുവാൻ പദ്ധതികൾ മെനഞ്ഞെടുക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് പറ, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ പ്രാണനെതിരെയുള്ള വെല്ലുവിളി, എന്റെ ശുശ്രൂഷ തികയുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങളെ എടുത്തു മാറ്റാനുള്ള ശത്രുവിന്റെ വെല്ലുവിളികളെ ഞാൻ തകർക്കുന്നെന്ന് പറഞ്ഞ ആത്മാവിൽ ഒരു ജയം ഏറ്റെടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനാ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് തന്ന വചനം അതുപോലെ അടിയൻ പ്രസ്താവിച്ചു. വചനത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തോത്രം. ചിലരിന്ന് പകൽ ഗുഹയിൽ നിന്ന് പുറത്തു വരാൻ അഭിഷേകവും കൃപയും ഏറ്റെടുക്കാൻ സഹായിക്കണമേ കർത്താവേ. ശത്രുവിന്റെ സകല ആലോചനകളെ ഇന്ന് പകലും ഞങ്ങൾ ഒരുമിച്ച് അബദ്ധമാക്കി പ്രാർത്ഥിക്കുന്നു. ഇസബേലിനെ ഞങ്ങൾ പ്രാർത്ഥനയാകുന്ന മതിലിന്റെ അരികെ വെച്ച്, ആരാധനയാകുന്ന മതിലിന്റെ അരികെ വെച്ച്, വിശുദ്ധ ജീവിതമാകുന്ന മതിലിന്റെ അരികെ വെച്ച് ഇന്ന് പകലിൽ നശിപ്പിക്കുകയാ. ഇസബേലിന്റെ തന്ത്രങ്ങളുടെ മേൽ ഇന്ന് പകലിൽ ഞങ്ങൾ അധികാരത്തോടെ ജയമേറ്റെടുക്കുകയാ. ഞങ്ങളുടെ കരങ്ങൾ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്കായി വിളിച്ചവരെ, ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ച് ശത്രുവിന്റെ ആലോചനകൾ അബദ്ധമാക്കി അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദിയോടെ അടിയങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ. അടിയനെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായെങ്കിൽ ഞാൻ എന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്ന കർത്താവേ. എന്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം പ്രസ്താവിപ്പാൻ എന്നെ ക്ഷണിച്ച ഫേബാന്റിക്കും ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. അല്പസമയം കൂടുതലെടുത്തതിന് ക്ഷമയും ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി, എനിക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇനിയും നമുക്ക് കാണാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.